എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നല്ലൊരു ദിവസം കൂടി നമുക്ക് സംജാതമായിരിക്കുന്നു. എപ്പോഴും ജീവിതത്തിന്റെ മാറ്റത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ അല്ലെ, ഓരോ നിമിഷവും ഓരോ പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇന്നത്തെ ദിവസം ഓപ്പൺ ഡിസ്കഷൻ ആണ്. നമുക്ക് ഓരോ കാര്യങ്ങളെ പറ്റി നമുക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കേണ്ട രീതിയിൽ നമ്മൾ ഓരോ ദിവസത്തെയും മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്. ഇത് ഇല്ലാത്തൊരാൾക്ക് മാറ്റം അസാധ്യമാണ് എന്ന് ഒന്ന് മനസ്സിലാക്കുക. കാരണം നമ്മുടെ വേദങ്ങൾ മുതൽ, ആദിയായ വേദങ്ങൾ മുതൽ, ബൈബിൾ മുതൽ ഖുറാൻ വരെ എല്ലാ കാര്യങ്ങളും ചോദിച്ചത് അന്വേഷണത്തിന്റെ ഉത്തരങ്ങളായിരുന്നു. അതൊക്കെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്, അതൊക്കെ വന്നിട്ടുള്ളത് ദൈവത്തിനോട് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങളായിരുന്നു. ദൈവം ഖുറാന്റെ രൂപത്തിലും അല്ലെങ്കിൽ ബൈബിളിന്റെ രൂപത്തിലും അല്ലെങ്കിൽ വേദത്തിന്റെ രൂപത്തിലും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മനുഷ്യന് അത്യന്തമായിട്ടുണ്ടാവേണ്ട ഒരു പ്രക്രിയയാണ് ചോദ്യം എന്നത്. അവനെ ഓരോ നിമിഷത്തും ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങൾ ഇല്ലാത്തവന്റെ പേരാണ്, ഏതവനാണോ അവന്റെ മനസ്സിൽ യാതൊരു തരത്തിലെ ചോദ്യങ്ങളുമില്ലെങ്കിൽ ഇനി മുമ്പോട്ടും പിന്നോട്ടും ഉള്ള കാര്യത്തെയോ സംഭവിച്ചതോ മുകളിലോട്ടോ താഴോട്ടോ ഉള്ള കാര്യത്തെ പറ്റിയോ അവന് ചോദ്യങ്ങളില്ലെങ്കിൽ അവന് വിളിക്കുന്ന പേരാണ് ജഡം എന്നത്. ആ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ചോദ്യം ഉണ്ടാവുക തന്നെ വേണം, അത് അനിവാര്യമാണ്. അപ്പോൾ ഏതൊരു പഠനത്തിന്റെയും ഏറ്റവും പ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് പഠിക്കുന്നതല്ല, ചോദിക്കുന്നതിലാണ്. ഗുരുശിഷ്യ സംവാദങ്ങൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലും ഏത് സംസ്കാരത്തിൽ തന്നെ ആയാലും ഗുരു ശിഷ്യ സംവാദം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. ഗുരു ഒരു സ്ഥലത്ത് പോയി ഇരുന്നു കഴിഞ്ഞാൽ ശിഷ്യന്മാർ അവരുടെ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ ശിഷ്യന്മാർ അവരുടെ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരിക്കും ഗുരുവിന്റെ ഓരോ വാക്കുകളും എന്ന് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സിന്റെയും അടിസ്ഥാന തത്വം ചോദ്യങ്ങളാണ്. പക്ഷെ ഞാൻ എപ്പോഴും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുള്ളത് ചോദ്യങ്ങൾ ചോദിക്കൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ. ഞാൻ എന്റെ അന്വേഷണം മൊത്തം ഈ കിടക്കുന്നത് മുഴുവൻ എന്റെ ചോദ്യങ്ങളായിരുന്നു. ഈ ചോദ്യങ്ങളെല്ലാം എനിക്ക് അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ എനിക്ക് ചോദ്യം വീണ്ടും അണപൊട്ടി വരുമ്പോൾ, ഇന്ന് എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോ ഖുറാനുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമുണ്ടായി. ഞാൻ ഇന്ന് ഒരു പുസ്തകം തപ്പിയെടുത്ത്, എൻ്റെ ഉണ്ടായിരുന്നു പുസ്തകം, ഷബ്നം നൂർജഹാന്റെ. ഇത് കുറച്ചു നേരമായിട്ട് ഇതിന്റെ പിറകെയുള്ള പോക്കായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വലിയ നല്ലൊരു എഴുത്തുകാരി ഖുറാനെയും വേദത്തെയും ബൈബിളിനെയും മൊത്തം വ്യാഖ്യാനിച്ചുകൊണ്ട് എങ്ങനെ ഒരു ജീവിത സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന ഗവേഷണത്തിലൂടെ എഴുതിയ പുസ്തകമാണ്. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും നമുക്ക് അകത്തു നിന്നൊരു ചോദ്യം വരും. അതിന് പ്രസക്തമായിട്ട് വേണം നമ്മൾ പോകാൻ. ഇന്ന് ആദ്യം നമുക്ക് പറയാനുള്ള കാര്യം, ഇന്നലെ നമുക്ക് ക്ലാസ്സിൽ സംഭവിച്ച ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. അതാണ് ഇപ്പൊ ഹെലൻ മാം ചോദിച്ച ചോദ്യം. അതായത് ഹെലൻ മാം ഒരു കാര്യം ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഓൺ റെക്കോർഡ് ചോദിക്കാവോ? നമുക്കതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകിയേ പറ്റുള്ളൂ എന്നുണ്ട്. മാം ഒന്നുകൂടി ആ ചോദ്യത്തെ ആവർത്തിക്കാം. ചോദ്യത്തെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യത്തെ, ഇന്നലെ ക്ലാസ് സംഭവിച്ച കാര്യത്തെ നിങ്ങൾ മനസ്സിലാക്കിയ കോൺസെപ്റ്റ് ഒന്ന് പറയാം. ശരി സർ. എനിക്ക് മനസ്സിലായതല്ല എങ്കിൽ ഞാൻ എപ്പോഴും കരുതുന്ന രീതി വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്, ദൈവം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. ഇപ്പൊ എല്ലാ മനുഷ്യരും വേറെങ്ങും ആശ്രയിക്കാനൊന്നുമില്ല, അല്ല എങ്കിൽ ആരുമില്ല എന്നുള്ള ഒരു സന്ദർഭം വരുമ്പോ അവസാന പിടിവള്ളി എന്ന നിലയിൽ പിടിച്ചു കയറുന്ന ഒരു വസ്തുതയാണ് ദൈവം എന്ന് പറയുന്നത്. ഈവൻ ഇപ്പൊ നമ്മൾ സാറിന്റെ ക്ലാസ്സിൽ നോക്കുകയാണെങ്കിലും, സാറിന്റെ ക്ലാസ്സിൽ വരുന്ന മാക്സിമം ആൾക്കാരും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കേൾക്കാറുണ്ട്, പ്രശ്നമുള്ളവരാണ്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടണം എന്ന് താല്പര്യമുള്ളവരാണ് സാറിന്റെ ക്ലാസ് മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്നതും. അപ്പൊ അവര് ശരിക്കും ദൈവത്തിനെ സാറിനെ ഒരു ദൈവത്തിന്റെ രീതിയിൽ കാണുന്നു എന്ന് പരാമർശിക്കപ്പെട്ടത് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അത് ശരിയുമാണ്. കാരണം സാർ പറയുന്ന വാക്കുകളിൽ കൂടെ, അല്ലെങ്കിൽ സാർ കാണിക്കുന്ന മാർഗത്തിൽ കൂടെ ഞങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു കിട്ടും എന്നുള്ള ഒരു പ്രത്യാശയാണ്
അവിടെ അവർ പ്രകടിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് റിലിജിയൻസും അല്ലെങ്കിൽ ദൈവത്തിൽ അതീതമായിട്ട് ആശ്രയിക്കുന്ന മനുഷ്യരും കൈക്കൊണ്ടിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത്, ഒരു തത്വം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ട അവരിങ്ങനെ കാണിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രകടനം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, അവര് പറഞ്ഞു അവർക്ക് ഭർത്താവ് അവരുടെ ചെറുപ്പത്തിലെ മരിച്ചുപോയി, അപ്പൊ മോൻ മാത്രം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിന് ഒരു ആശ്രയം നൽകാനോ വേറെ ആരും സഹായിക്കാത്ത ഒരു ലെവലിൽ ഇവര് ദൈവത്തിനെ ഇങ്ങനെ ഉറച്ച ഒരു ഇതോടും കൂടെ ഒരുപാട് വിശ്വാസത്തോടു കൂടെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ടാകാം, ആ ദേവിയിലോ ദൈവശക്തിയിലോ. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്, നമ്മൾ ഇങ്ങനത്തെ ചിന്തകൾ നമ്മളിൽ വരുമ്പോൾ നമ്മളുടെ എനർജി ഓട്ടോമാറ്റിക് ആയിട്ട് അത് നാച്ചുറലി ഇറ്റ് വിൽ റൈസ്, അത് ഉയരുന്നുണ്ട് നമ്മുടെ എനർജി. അപ്പോൾ ആ എനർജിയുമായിട്ട് താരതമ്യപ്പെട്ട് ഫൈനലി ഞാനും അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നിൽ അങ്ങനെ ഒരു ശക്തി നിലനിൽക്കുന്നു, കുടികൊള്ളുന്നു എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ അവരെത്തിച്ചേരുകയും അതിന്റെ പ്രതിഫലനമായിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് സർ എന്റെ തോന്നലും എന്റെ സംശയവും. ഓക്കെ, ശരി. ഞാൻ അതിനെ ഒന്നുകൂടി വ്യാഖ്യാനിക്കാം. നിങ്ങൾ പറഞ്ഞതിന്റെ 1-2 കാര്യങ്ങളെ കോൺസെപ്റ്റ് സംവാട്ട് നമ്മള് ഓക്കെ, ഇതിന് 2 രീതിയിൽ നമുക്ക് കാണാം. ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഒന്ന് ഭൗതികമായും ആധ്യാത്മികമായും കാണണം. ഭൗതികമായ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഈ പറഞ്ഞതിനെ ഏറെക്കുറെ ശരിവെക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കെല്ലാവർക്കും നമുക്കറിയാം, നമുക്കെല്ലാവർക്കും 2 തരം 2 രീതികളാണ്. ഒന്ന് ഭൗതികം, ആത്മീയം. ആത്മീയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന സാധനം, ഭൗതികം എന്ന് പറഞ്ഞാൽ പുറത്തിരിക്കുന്ന സാധനം. ഈ അകത്തിരിക്കുന്ന സാധനവും പുറത്തിരിക്കുന്ന സാധനവും ചില സമയത്ത് കോൺഫ്ലിക്റ്റ് ആയി പോകും, സ്വാഭാവികമായ പ്രക്രിയയാണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ മനുഷ്യൻ നമ്മൾ എല്ലാവരും, ഇതാണ് ഞാൻ പറഞ്ഞത്, പുസ്തകം നിങ്ങളിലുണ്ടല്ലോ, ആ പുസ്തകം ഒന്ന് എടുക്കുക. ആ പുസ്തകത്തിൽ ഒരു പേജ് നിങ്ങൾ എനർജിയെ പറ്റി സംസാരിക്കുക. എല്ലാത്തിന്റെയും ബേസ് എനർജിയാണ്. ഇവിടെ ഈ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എനർജിയാണ്. അത് എത്രയോ കാലങ്ങൾ എന്താ പറയാ, ഈവൻ വേദങ്ങൾ ആദി വേദം എടുത്തു കഴിഞ്ഞാൽ അവിടെ മുതൽ ഇങ്ങോട്ട് പറയപ്പെട്ടിട്ടുള്ളത് എല്ലാം എനർജിയെ പറ്റിയിട്ടാണ്. നിങ്ങൾ ആ 55-ാമത്തെ പേജ് എടുക്കുക. ഞാനത് ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. 55-ാമത്തെ പേജ് ഒന്ന് എടുക്കുക. മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ വളരെ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പോളിസി ഉണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ജീവനിലെ എനർജി ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒന്ന് പുസ്തകം എടുത്ത് നോക്കുക, ബുക്കുള്ളവര്. 55-ാമത്തെ പേജിലുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൽ ഇത് വളരെ പ്രധാനമായി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ മനസ്സൊരു വിസ്മയം, അല്ലെങ്കിൽ നിങ്ങളെ ജേർണി ടു ഹാപ്പിനെസ്, അല്ലെങ്കിൽ അതിന്റെ ബേസ് ആയുള്ള മിറാക്കിൾ ഡേയ്സും പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, ലോ ഓഫ് അട്രാക്ഷൻകാർക്ക് ഇത് എത്ര കണ്ട് അറിയില്ല. എന്തിനും ഞാൻ എപ്പോഴും സ്ഥിരമായി ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്, നമ്മൾ മാറ്റപ്പെടേണ്ട 10 മാലിന്യങ്ങളെ പറ്റിയിട്ട്. എന്തുകൊണ്ട് ആ മാലിന്യങ്ങളെ മാറ്റപ്പെടാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമാണ്. ഇത് ലോ എനർജിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഹൽമ പറഞ്ഞതിന്റെ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പരാതികൾ, പരിഭവങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ, പശ്ചാത്താപം, കുറ്റബോധം, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെയുണ്ട്, അതൊക്കെ ലോ എനർജി കാര്യങ്ങളാണ്. അപ്പോൾ ആ ബുക്ക് എടുത്ത വന്നത് ഒരു എനർജി ലെവൽ 20-ൽ നിന്നും നമ്മൾ 1000 വരെ പോകുമ്പോൾ 1000, ഇതിൽ 700 വരെ ഞാൻ കാണിച്ചിട്ടുള്ളൂ. കാരണം മനഃപൂർവ്വമാണ് 700 കാണിക്കാൻ നിർത്തിയത്. 700 എബോ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ഫ്രീക്വൻസി അല്ല, അമാനുഷികതയുടെ ഫ്രീക്വൻസിയാണ്. അതായത് എക്സ്ട്രാ ഓർഡിനറി റിസെപ്ഷൻസ്, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു സംഭവമാണ്. അത് ഈ ലോകത്തുണ്ട്. അത് നിങ്ങൾക്ക് അമേരിക്കക്കാരോട് പോയി പറഞ്ഞ ഏലിയൻസ് എന്ന് പറയും, ക്രിസ്ത്യാനിയോട് പറഞ്ഞാൽ അത് കർത്താവ് എന്ന് പറയും, നമ്മുടെ ഇസ്ലാമിക്കിൽ പോയി പറഞ്ഞാൽ അത് പറയും അത് അല്ലാഹു ആണെന്ന് പറയും. നമ്മൾ പറഞ്ഞാൽ പറയും എന്നാ പിന്നെ നമുക്കൊരു 333 കോടി എന്ന് പറയും. എത്രയായാലും അൺലിമിറ്റഡ്. പക്ഷെ അതുകൊണ്ട് മഹാദേവനെ പൂജിക്കുന്നവരെല്ലാം മഹാദേവനാന്ന് പറയും, അല്ലെങ്കിൽ വിഷ്ണുവിനെ ആരാധിക്കുന്നവർ വിഷ്ണുവാന്ന് പറയും, അതിനപ്പുറത്തവർ എല്ലാം ബ്രഹ്മാവാണെന്ന് പറയും. അങ്ങനെ ഭാരതത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട്. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോ
ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫ്രീക്വൻസി എപ്പോഴും ഷെയിം ഗിൽറ്റി ഒക്കെ ആണെങ്കിൽ 20-ൽ നിൽക്കുകയും അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് ഈ ഫ്രീക്വൻസി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു 500-ലേക്ക് എത്തി നിൽക്കുന്ന ആൾക്ക് സാധാരണ സ്നേഹം, അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹം ഉണ്ടാവും. അത് വളരെ റെയർ ആൾക്കാരാണ്. പക്ഷേ അതായത് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം, ഈ 20 മുതൽ 1000 വരെയുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ എനർജി ഇവിടെ നിലനിൽക്കുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ 1000 എന്ന ഒരു ഫ്രീക്വൻസിയിലോ അല്ലെങ്കിൽ 700-ൽ മുകളിലോ ഉള്ള ഒരു ഫ്രീക്വൻസി ഏതൊരു ബോഡിയിലേക്കും നമുക്ക് ഏതൊരു ബോഡിയിലേക്കും വരാൻ സാധ്യതയുള്ളതാണ്, പോസിബിൾ ആണ്. നിങ്ങൾ നിരന്തരമായി ഉയർത്താൻ ശ്രമിക്കുന്നത് പോലെ മറ്റൊരു ഫ്രീക്വൻസിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കയറി പ്രവർത്തിക്കാൻ സാധിക്കും. നിങ്ങൾ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ട് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റിയ സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഏറ്റവും എളുപ്പത്തിൽ കാണിച്ചത് അത് ഒരു എന്താ പറയാ, ഒരേ മനുഷ്യനെ എങ്ങനെയാണോ മറ്റൊരു എനർജിയിലേക്ക്, ഇത് ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന്. മറ്റേ ഇത് സിനിമ എന്താ പറയാ, നമ്മുടെ തമിഴിൽ 2-3 സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അത്ര ഓർമ്മയില്ല, പേര് ഓർമ്മയില്ല. നമ്മുടെ ഇന്ദ്രി എന്നാണ് അല്ലെ, എന്താ അങ്ങനെ ഒരു സിനിമയൊക്കെ ഉണ്ട്. ഇവൻ 2 വേഷത്തിൽ ഇതാക്കുന്നത്. അപ്പോ ഈ ഇതിന് പറയുന്നത് സാധാരണ മലയാളത്തിൽ പറയുന്ന പേരാണ് പരകായ പ്രവേശം എന്ന് പറയുന്നത്. ഒരു ശരീരത്തിലേക്ക് മറ്റൊരു എനർജി കയറി വരുന്ന, ശരീരമല്ല, ഒരു എനർജിയിലേക്ക്, ഒരു ശരീരത്തിലേക്ക് മറ്റൊരു എനർജി കയറി വരുന്ന സംവിധാനം. ഇത് പോസിബിൾ ആണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞുതരാം. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ മസ്തിഷ്കത്തിന് കൃത്യമായി 2 പാർട്ടായിട്ട് തിരിക്കും നമുക്ക്. അതായത് നമ്മുടെ റൈറ്റ് സൈഡ് ബ്രെയിൻ, ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ. ഇത് രണ്ടും നമുക്കുണ്ട്. ഒന്നിൽ അരിത്തമെറ്റിക് കാൽക്കുലേഷൻ, ഒന്ന് ലോജിക്കൽ കാൽക്കുലേഷൻ. ഇനി ഇതിന്റെ രണ്ടും കൂടി ഒരു മിക്സ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മസ്തിഷ്കം ഒന്ന് മിക്സ് ആയി പോയാൽ അങ്ങനെയും സംഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, എന്റെ മസ്തിഷ്കം നോർമലി ഒരു 200-ലോ 300-ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കംപ്ലൈന്റ്, പരാതി, പരിഭവം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനെപ്പോഴും ഈ സംഭവത്തിൽ പോയിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു ഫ്രീക്വൻസിക്ക് അവിടെ കയറി വരാം. ഒരുപാട് പോസിബിൾ ആയ കാര്യമാണ്. അങ്ങനെ ഒരു എനർജി ഏതെങ്കിലും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും. ഇംപ്ലിമെന്റേഷനിലൂടെ അതിലേക്ക് കയറ്റി വിട്ടാൽ, ഹിപ്നോസിസത്തിലൂടെ, ഹിപ്നോസിസം പ്രോസസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഹിപ്നോസിസം എന്താ വെച്ചാൽ, നിലവിലിരിക്കുന്ന നിങ്ങളെ ട്രാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി മെഡിറ്റേറ്റ് ചെയ്യുന്നില്ലേ? നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ അകത്തോട്ട് കയറി പെട്ടെന്ന് സാറ് പറയാണ് നിങ്ങൾ മേഘത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം വിട്ടുവിട്ട് നേരെ മേഘത്തിന്റെ മുകളിലൂടെ പോകുന്നു അല്ലേ? എത്ര ആൾക്കാർ ഫീൽ ചെയ്യുന്നുണ്ട്? ആക്ച്വലി നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ ബ്രെയിൻ ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളെ മറ്റൊരു സംവിധാനം മേഘത്തിലൂടെ പോവുകയാണ്. അതിന്റെ കുറച്ചും കൂടി ഡീപ്പർ സ്റ്റേജിലേക്ക് പോയി. ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നതുകൊണ്ട് അത്ര വലിയതല്ല. കുറച്ചും കൂടി ഡീപ്പർ സ്റ്റേജിലേക്ക് പോയാൽ ആ ഒരു അവസ്ഥയിലേക്ക് പോകും. ഈ അവസ്ഥ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റൊരു എനർജി നമ്മളിലേക്ക് വന്നു പോകാം. എപ്പോഴാണോ ഇത് ട്രിഗർ ചെയ്യപ്പെടുന്നത്, അതായത് നമ്മളുടെ ഒന്നിക്കൽ പുപ്പിൽ പൈൽസ് ഒക്കെ ഉള്ള ആൾക്കാരില്ലേ, അവരെന്താ സംഭവിക്കുന്നത്? നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ആകുമ്പോഴാണ് പൈൽസ് വരുന്നത്. എനർജി നമ്മുടെ പൈൽസിന്റെ പ്രത്യേകത ഇത്രയാണ്. പൈൽസ് അല്ല, എന്താ പറയാ, ആസ്മാരം. അതായത് നമ്മളെ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും നമ്മുടെ ബ്രെയിൻ എപ്പോഴാണോ ആ അവസ്ഥയെ ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നത്, അപ്പൊ ബോഡി മൊത്തം ഡിഫറൻസ് ആവും. ഇതേപോലെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഏതെങ്കിലും ഒരു ട്രിഗർ പോയിന്റിൽ വെച്ചിട്ട് ആ എനർജി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് കൈകാലം വിറക്കുകയും വെളിച്ചപ്പാടൊക്കെ, ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു, വെളിച്ചപ്പാടൊക്കെ എന്താ സംഭവിക്കുന്ന ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? കോമരങ്ങൾ തുള്ളുകയൊക്കെയല്ലേ, കോമരങ്ങൾക്ക് എന്താ സംഭവിക്കുന്ന ആ സമയത്ത്? അവർക്കറിയില്ല, അത് ബോഡി വൈബ്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ മാറും. ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഒരുപാട്, ഇതിന് ശരിക്കും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ തന്ത്രവിദ്യയിൽ ഇതിന് കൃത്യമായ നിർവചനമുണ്ട്. പക്ഷെ നമുക്ക് സാധാരണക്കാരൻ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ, ഇത് പോസിബിൾ ആണ്, ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അവർക്കുള്ള വിഷയം എന്ന് വെച്ചാൽ, ഒന്നിക്കൽ ഇവർ ജനിച്ചപ്പോൾ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഘടകങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ആ ഭൂമിയിലുണ്ടായ എനർജി, അല്ലെങ്കിൽ അവരാരാധിക്കുന്ന ഒരു എനർജി. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ എനർജിയാണ് ആരാധിക്കുന്നത് കേട്ടോ, മറ്റൊന്നും മനസ്സിലാക്കണം. ദൈവം എന്ന് പറയുന്ന എനർജി മാത്രമാണ്, നമ്മൾ ആരാധിക്കുന്ന എനർജി. അതുകൊണ്ടാണ്
ഈ അമ്പലങ്ങളും അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ വിളക്ക് വെക്കുന്നതും ആരാധിക്കുന്നത് ആ എനർജിയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് ഇതിന്റെ പ്രധാന തത്വം. ഇപ്പൊ ഇവൻ ഒരു കരിങ്കല്ലാണ് അവിടെ വെക്കുന്നെങ്കിലും ഒരു മരമാണ് അവിടെ വെക്കുന്നെങ്കിലും ആ വെക്കുന്നയാൾ അതാരാണ് കർമ്മി ആരാണോ കർമ്മി അവരിൽ നിന്നും ആ എനർജിയെ എടുത്തിട്ട് അതിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ചൈതന്യം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ചൈതന്യമുള്ളൂ. ഇപ്പൊ ഒരു മരത്തിന്റെ പീസ് എടുത്തിട്ട് ഒരു വിഗ്രഹം എടുത്തിട്ട് അമ്പലത്തിൽ കൊണ്ടുവച്ചാൽ എന്ത് എനർജിയാന്ന് ചോദിച്ചാൽ അതിന് എനർജി ഇല്ല. പക്ഷെ അത് നമ്മുടെ എന്താ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ആ പ്രതിഷ്ഠികൻ ആരാണോ അവൻ അവരിൽ നിന്നും കുറെ കാര്യങ്ങളിലൂടെ അവരിലെ എനർജി ഉയർത്തിയിട്ട് ആ എനർജിയെ എടുത്തിട്ട് അതിലേക്ക് ആവാഹിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അതിന് ചൈതന്യം ഉണ്ടാവുന്നത്. നിങ്ങൾക്കൊരു അറിയാം, ഈ ക്ഷേത്രങ്ങളൊക്കെ ഒരു ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ ഒരു കുടുംബമായിരിക്കും അതിനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. അതിന്റെ അർത്ഥം ആ കുടുംബത്തിന്റെ ചൈതന്യം അതിൽ വെക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ ഒരു കർമ്മി അല്ലെങ്കിൽ ഒരു എന്താ പറയുക നിങ്ങൾ അവിടെ ഈ പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഇപ്പൊ ബ്രാഹ്മൺ സമൂഹത്തിനാണ് ഏറ്റവും കൂടുതൽ വെച്ചാൽ അവർ അതിന്റെ വേദങ്ങളുടെ ആ വാക്ക് പഠിച്ചു വെച്ചത് കൊണ്ടാണ് മറ്റുള്ളവർക്കും ചെയ്യാം. അപ്പൊ അവർ അതിന്റെ ആ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ചൈതന്യത്തെ ആവാഹിച്ച് ഓരോ സൃഷ്ടികളാക്കി കൊണ്ടുവയ്ക്കുക ചെയ്യുന്നത്. ഇത് എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് മറ്റൊരാൾക്കും പറ്റും. പക്ഷെ ഇത് എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ അങ്ങനെ ആർക്കും എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യുന്നതിന് പകരം അവർക്ക് ചെയ്യാതെ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് അവരിൽ വന്നു പോകും. ഇത് നിങ്ങൾക്ക് ഏറ്റവും പ്രത്യക്ഷം പറയാം, എളുപ്പത്തിൽ പറയാം. മാതാ അമൃതാനന്ദമയിക്ക് എന്താണ് പ്രത്യേകത? അവർ സാധാരണ മനുഷ്യ സ്ത്രീ തന്നെയാണ്, അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ പോയിട്ടുണ്ടല്ലോ, അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടല്ലോ. സാധാരണ ആൾക്കാർ പോകുന്ന പോലെ. പക്ഷെ അമ്മ ദൈവമാണോ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ആൾക്കാർ പറയും ആണെന്നല്ലേ. കാരണം അവർക്ക് എന്തോ ഒരു ശക്തിയുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ അതാണ്. ഇപ്പൊ ജഗ്ഗി വാസുദേവിനെ ചോദിച്ചാൽ സെയിം തന്നെയാണ്. പക്ഷെ ഇവരെല്ലാം മനുഷ്യരെന്ന് വെച്ചാൽ അവരെല്ലാം മനുഷ്യർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഫ്രീക്വൻസി എന്ന് അവിടെയാണ് രണ്ടാമത് പറഞ്ഞത്. അവരുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 700 ബെബോ ആയിരിക്കും. 1000 അല്ല, 1000 എത്തിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അൾട്ടിമേറ്റ് യൂണിവേഴ്സ് ആണ്, പ്രപഞ്ചത്തിൽ ലയിച്ചു പോകും. അത് പിന്നെ പ്രപഞ്ചമാണ്, അവർക്ക് ജീവനൊന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല. അതാണ് യേശു അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിലും പറഞ്ഞത് കർത്താവാണ് എല്ലാത്തിനും മുകളിലിരിക്കുന്നത്. അങ്ങനെ ഒരു സൃഷ്ടി, അത് പിതാവാണെന്ന് പറയുകയും നമ്മുടെ ഖുർആൻ പറയുകയും ചെയ്തു. അള്ളാഹുവാണ് ഏറ്റവും പരമപ്രധാനം, ഞാനൊന്നും അല്ല അള്ളാഹു ആണെന്ന് പറയുകയും നമ്മളെല്ലാം ശിവനെയും മറ്റും ആരാധിക്കുമ്പോൾ പിന്നെയും പറഞ്ഞു ഇല്ലല്ല, ഇതിനപ്പുറത്ത് ബ്രഹ്മം എന്ന് പറയുന്ന സംഭവമുണ്ട്, അതാണ് പരമപ്രധാനം. ഈ 1000 പറയുന്നത്. ബാക്കി എല്ലാം അതിന് താഴെ കിടക്കുന്ന സാധനം. അപ്പോ ഇത് ഇങ്ങനെ മാറി മാറി വരും. ഇത് എനർജി ഇത്രയാണ് മനസ്സിലാക്കാൻ. സിമ്പിളായിട്ട് പറഞ്ഞാലും മനസ്സിലാക്കാൻ ഇത്രയുള്ളൂ. ഇതിവിടെ ഉണ്ട്. ഈ എനർജികൾ, ഇത്തരം എനർജികൾ ഇവിടെ ഉണ്ട്. അത് ചില ആളിലേക്ക് വന്നു പോകും, പോയിക്കൊണ്ടേയിരിക്കും. അവരതിനെ ഇപ്പൊ ഇന്നലെ പറഞ്ഞ അവര് തന്നെ വേണമെങ്കിൽ ഇനിയിപ്പോ അവർക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു ഏജ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ അവരിത് ഓട്ടോമാറ്റിക് അങ്ങനെ ആയേ പറ്റുള്ളൂ. എല്ലാ സമയത്തും ആവണമെന്നില്ല. ആ സമയത്ത് അവർക്കിത് ഉണ്ടാവുകയും വെളിച്ചപ്പാണ്ട്. അതാണ് നെഗറ്റീവ് എനർജിയിൽ എടുത്തുന്നവർക്ക് പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ പ്രിപ്പയർ ആയാൽ പോകാൻ പറ്റുള്ളൂ. അമ്മയൊക്കെ നല്ല പ്രിപ്പറേഷൻ ആയിട്ടാണ് എല്ലാവരുമായിട്ട് സംവദിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻ നടത്തണം, ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് പഠിക്കണം. ദേവിയുടെ അത് കുടുംബക്ഷേത്രത്തിലെ ദേവി ആയിരിക്കാം അങ്ങനെ വരുന്നത്, അത് ഏതെങ്കിലുമൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് അത് ഇന്നലെ അവർ പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കിട്ടാന്ന് വെച്ചാൽ എനിക്കൊരു തത്വം അറിയാം, ഈ എനർജി എങ്ങോട്ടാ പോകുന്ന അറിയാം, ഏതുവരെ പോകുമെന്ന് അറിയാം, അതിന്റെ ലെവൽ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ്. അത് നിങ്ങളോട് പറയാൻ പറ്റില്ല. ആ സമയത്ത് നമ്മളുടെ അകത്ത് നടക്കുന്ന പ്രക്രിയയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിപ്പോ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന, പക്ഷെ ഇത് കൃത്യമായിട്ടൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ആന്തരികമായ അവസ്ഥയാണ്. അത് ഏത് എനർജി വന്നാലും അതിനെ എങ്ങനെ പിടിച്ചു നിർത്തണം അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഇതാക്കണം എന്നൊക്കെ നമുക്ക് അകത്തുനിന്ന് വരും. അത് വന്നവർക്ക് ഇത് പറ്റുള്ളൂ. അത് പഠിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കത് കൃത്യമായി അവർ പ്രകടിപ്പിച്ച എനർജി എനിക്ക് കൃത്യമായി സന്നിവേശിക്കുകയും എന്റെ ബോഡി ശരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാനൊന്നും കാണിച്ചില്ല. ശരിക്കും ഇരുന്നിടത്ത് ഞാൻ നന്നായിട്ട് എനിക്ക് എന്നിലേക്ക് വന്ന എനർജിയാണ്. അത് എനിക്ക് മനസ്സിലാവുന്നത്. അത്രയും എളുപ്പമാണ് എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ശരിക്കും വന്നതാണ്. എന്നിട്ടാണ് ഞാൻ നേരെ കൈപൊക്കി അതിനെ സ്വീകരിച്ചെടുത്തത്. അത് ഗുണമായി വരികയും ചെയ്യും. ഇങ്ങനെ എന്താ പറയാ, ഇതൊക്കെ മാനുഷികത ആണോ എന്ന് ചോദിച്ചാൽ ഒരു സിറ്റുവേഷൻ നടക്കുന്ന മാനുഷികതയാണ്. നിങ്ങൾക്ക് അനുഭവിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഇത് എപ്പോഴും എവിടെയും പോകും. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. അവരിന്നലെ പറഞ്ഞിട്ടില്ല എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഇത്രയും എളുപ്പത്തിൽ പറഞ്ഞത്.
നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിലോ 3 സ്ഥലത്ത് ഒരേപോലെയാണ്. നിങ്ങൾ പരിശുദ്ധമായ പള്ളിയിൽ പോവുകയാണെങ്കിലോ പരിശുദ്ധമായ ഈ ചർച്ചിൽ പോവുകയാണെങ്കിലോ അവിടെ മാതാവിന്റെയോ അല്ലെങ്കിൽ മറ്റു പ്രതിബിംബത്തിൽ ഇതേ എനർജി കാണും. നിങ്ങൾ അവിടെ പോകുമ്പോൾ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് കൊടുക്കുക. ബോഡിയെ കംപ്ലീറ്റ് മെഡിറ്റേഷൻ മോഡിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശരിക്കും ആലോചിക്കുക, ആ എനർജി എന്നിലേക്ക് വരുന്നു എന്ന് ആലോചിക്കുക. കൃത്യമായി നിങ്ങളൊരു ഫോക്കസ് ചെയ്തിരുന്നാൽ എനർജി നിങ്ങൾക്ക് നല്ലതായിട്ട് വരികയും ചെയ്യും. ബോഡി നന്ന മാറ്റം ഉണ്ടാവുകയും ചെയ്യും. എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അത് പല ആൾക്കാരിൽ എത്തുമ്പോൾ നിങ്ങൾ ചില ആൾക്കാരുടെ മുമ്പിൽ പോകുമ്പോൾ തന്നെ ഇതാവും. ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, എന്റെ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എനർജി വൈബ്രേഷൻ ഉണ്ടാവും എന്ന് പറയുന്നത് എന്താ? എന്നിൽ നിങ്ങളെക്കാളും കൂടുതൽ എനർജി ഉണ്ടാകുമ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യപ്പെടാനുള്ള മൂഡിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും കിട്ടൂല. ഇവിടെ ഒരു കണക്ഷനും ഇല്ലാത്ത എത്രയോ ആൾക്കാർ ഇരിക്കുന്നില്ലേ? ഞാനുമായിട്ട് ഒരു കണക്ഷൻ കിട്ടാത്ത ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എത്ര ശ്രമിച്ചാലും കിട്ടാത്ത ആൾക്കാരുണ്ട്. അത് അവർക്ക് അത് റിസീവ് ചെയ്യാനുള്ള മൂഡ് ഇല്ലാത്തതുകൊണ്ടാണ്. ആ റിസീവിങ് മൂഡിലേക്ക് വന്നാൽ മതി. ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ ഇത്ര ആൾക്കാരത് ആ വരുന്ന എനർജിയെ റിസീവ് ചെയ്യാൻ ഇവിടെ ഇരുന്നു ഇന്നലെ ആരും ഇരുന്നില്ലല്ലോ അല്ലെ? ഇത് ബോഡിയിൽ അതാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ മണിയുമായിട്ട് മറ്റെല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുപോകണം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? സാർ പിന്നെ ഇതിനെ കുറിച്ച് എനിക്കറിയാം സാർ. കാരണം എനിക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കണ്ട കാഴ്ച, ഞാൻ ഒരു അമ്പലത്തിൽ പോയി, എന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരിയാണ്. അവർ ഇതൊക്കെ പണ്ട് കമ്മച്ചൂട്ടി അമ്പലത്തിൽ ചെന്നപ്പോ ഇതൊക്കെ അവർക്ക് നേരത്തെ എന്തോ ഒരാൾ മരിച്ച, അങ്ങനെ അവർ ദേഹത്ത് ജിന്ന് എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് അവർ ശരീരം പെട്ടെന്ന് വല്ലാത്ത വൈബ്രേഷനും അവരുടെ സംസാരം വേറെ ആയിപ്പോയി. പിന്നെ വേറെ സംസാരങ്ങളും, പിന്നെ അമ്പലത്തിനകത്തോട്ട് കയറത്തില്ല, വെളിയിൽ ഇരിക്കുക. ഞാൻ കയറാൻ. ഞാൻ ലാസ്റ്റ് ഞങ്ങൾ അമ്പലത്തിലോട്ട് ചെന്ന് തിരുമേനിലോട്ട് വരച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അകത്ത് കൊണ്ടുവന്നു. പിടിച്ചകത്ത് കൊണ്ടുവന്ന ശേഷം ലാസ്റ്റ് അവിടെ അവർ എന്തോ ഒരു ഭസ്മം ലിറ്റിക്ക് തേച്ച് കൊടുത്തു. ഞാൻ തേച്ച് കൊടുത്തതിന് ശേഷമാണ് ഒരുപാട് നേരം അവർ ഇപ്പൊ ക്ഷീണമായി പോയി. പിന്നെ അവരെ ചാരി കിടന്നു ചെയ്തു. എന്നിട്ട് പിന്നെ അത് പയ്യെ നോർമലായി വന്നു കഴിഞ്ഞു. അതുകൊണ്ടൊക്കെ നമ്മൾ ചെട്ടികുളങ്ങര അമ്പലത്തിൽ ചെല്ലുമ്പോഴുണ്ട് പറയുന്നത്. ചെട്ടികുളം അമ്പലത്തിൽ ചെല്ലുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അതാണ് ഉയർത്താം സംഭവം എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ചോണ്ട്, എങ്ങനെയാണ് നമുക്ക് സെൽഫായിട്ട് ഈ എനർജി, ഇതുപോലെ എനർജി ഉയർത്താൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും. ഹെലൻ മാം, ജസ്റ്റ് നോട്ട് ദിസ്. റഫീഖ്, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ശ്രദ്ധയോടെ ചോദിക്കേണ്ട കാര്യമാണ്. ഇത് നമുക്ക് ഉയർത്താൻ പറ്റും. ഇതിനെ പറ്റിയാണ് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. ആന്തരിക മൗനം, ഇൻസൈഡ് സൈലൻസ്, പീസ് അല്ലെ? ഇൻസൈഡ് സൈലൻസ് അറിയാം, രേണുമാമൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഇവർക്ക് സംഭവം ഇത് കൂടുതൽ വരാനുള്ള പ്രധാന കാരണം അവർ ഒറ്റയ്ക്ക് ഇരുന്ന് ശീലിച്ചത് കൊണ്ടാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അകത്ത് ശരിക്കും വർക്കൗട്ട് നടക്കും. അപ്പോൾ മാത്രമാണ് ഈ സാധനം ഏതൊരു എനർജിയും അപ്പ് ചെയ്ത് വരിക. ഡിസ്ട്രാക്ഷൻസ് മൂഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എനർജിയിലും ചേഞ്ചസ് ഉണ്ടാവില്ല. നമ്മളുടെ ബോഡിയിൽ എനർജി ചേഞ്ചസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ സൈലൻസ് മൂഡിലേക്ക് പോകണം, പീസിൽ പോകണം. AK കുമാർ സാർ ചോദിച്ച ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം പറയാം. നിങ്ങൾ എന്നാണോ, ഞാൻ ഇന്നലെയും നിങ്ങൾക്ക് മറുപടി പറയാത്തത് ഒറ്റ കാര്യം കൊണ്ടാണ്. നിങ്ങൾ ഓൾവേസ് ഇൻ ഡിസ്ട്രാക്റ്റഡ് മൂഡിലാണ്. നിങ്ങൾ എന്ന് പീസ്, അതായത് നിങ്ങൾ എപ്പോഴാണ് ഒറ്റയ്ക്കിരുന്ന് ഒരു ചിന്തയില്ലാതെ ഇരിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ മുതൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഇത് ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടി പറഞ്ഞുതരാം. ഇവിടെ കുറെ ആൾക്കാർ നമുക്ക് ഇതുമായി കണക്ട് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെന്ന് കേൾക്കാം. ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാവും, പൂജകൾ ചെയ്യുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും. നത്തിങ് വിൽ ചേഞ്ച്. ഒന്നുകൂടി പറയാം, നത്തിങ് വിൽ ചേഞ്ച്. നിങ്ങൾ ഒറ്റയ്ക്ക്, ജയമോൾ ബാബു, നിങ്ങൾക്ക് ഇത് ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ബി ദെയർ. ശ്രീജ ഓൾറെഡി വർക്കിംഗ് ആണ്. മനസ്സ് സ്വസ്ഥമാക്കി ഒരു സ്ഥലത്തിരിക്കാൻ ശ്രീജയ്ക്ക് പറ്റുന്നുണ്ട്. ഞാൻ ഓരോ ആള് എന്റെ കൂടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഓർത്ത് പറയുന്നത്. ഹെലൻ മാം, യു ആർ ഓൾറെഡി ദെയർ. ഒറ്റയ്ക്ക് ഇരുന്ന് സൈലൻസിനെ ആവാഹിച്ചെടുക്കുക. വാക്കൊന്നുകൂടി പറയാം, സൈലൻസിനെ ആവാഹിച്ചെടുക്കാൻ, അതിൽ സന്തോഷിക്കാൻ പറ്റുന്നവരാരാണോ അവർക്ക് ഇന്നർ മൂലാധാര ചക്രത്തിൽ നിന്നും എനർജി ഇങ്ങനെ ക്യാരി വരും. അതിങ്ങനെ സ്പ്രെഡ് ആവും ബോഡി മുഴുവൻ. അപ്പോൾ നമ്മൾ ഓരോ സംസാരവും ഓരോ വാക്കുകളും പരിമിതപ്പെടും. ഇത് ആത്മീയതയുടെ അൾട്ടിമേറ്റ് ആണ് പറയുന്നത്. ഓരോ വാക്കുകളും പരിമിതപ്പെടും. ഓരോ വാക്കുകളും അളന്ന് മുറിച്ച് മാത്രമേ പറയുള്ളൂ, പറയേണ്ടത് മാത്രമേ പറയുള്ളൂ. ബാക്കി പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ വിടുതൽ നൽകും. പല ആൾക്കാർ വരുമ്പോ തോന്നും
ഇവരോട് ഞാൻ സംസാരിക്കേണ്ടതേ ഇല്ലല്ലോ എന്ന് തോന്നും. മിണ്ടാതെ അവിടെ ഇരിക്കും. എപ്പോഴാണോ ഈ ടേം നിങ്ങൾക്ക് വരുന്നത് അപ്പോഴാണ് ഇതിന്റെ വളർച്ച സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ അതിന് വേണ്ടത് നിങ്ങൾ സ്ഥിരമായിട്ടൊരു ബോധത്തോടു കൂടി ഇത് വേണമെന്ന്. ഞാൻ 2-3 വർഷക്കാലം ഇരുന്നിട്ടാണ് ഇങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. 1ഉം 2ഉം അല്ല. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഒറ്റ ഇരുത്തിരിക്കും. ഒരു പരിപാടി ഇല്ലാതെ 1 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഇരിക്കുക. ഭക്ഷണമില്ല, വെള്ളം കുടിക്കില്ല, ഒന്നും ഒറ്റ ഇരുത്തിരിക്കും. ഈ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ പറ്റൂ. ഇപ്പൊ പറ്റുന്നില്ല. ഫാമിലി ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റില്ല. അവർ വന്ന് ചോദിക്കും എന്താ ഇരിക്കണേ, വാ പോവാം എന്നൊക്കെ പറയും. സ്വാഭാവികമാണ്. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സാധ്യം. ആത്മീയത ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. സാർ യെസ്. സാർ പറഞ്ഞത് മാതിരി ഞാനിപ്പോ ശരിക്കും ഐ ആം പ്രാക്ടീസിങ് ദാറ്റ്. ഇപ്പൊ ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, ഫോൺ കോൾ ഒരുപാട് കുറച്ചിട്ടുണ്ട്. അതായത് ആവശ്യങ്ങൾക്ക് മാത്രം വീട്ടിൽ വിളിക്കുന്നു, വായിക്കുന്നു, ബാക്കി സമയം ഞാൻ വെറുതെ ഇരിക്കുന്നു. പിന്നെ എനിക്ക് മാർച്ചിൽ 1 മന്ത് ലീവ് ഉണ്ട്. ഞാൻ ഒരു 4 ദിവസം മുമ്പ് 10 ദിവസത്തെ വിപാസന മെഡിറ്റേഷന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ പാത്ത് മാത്രമേ പെർഫെക്റ്റ് ആവുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത. മറ്റേത് പോയി കഴിഞ്ഞാലും ഈ എങ്ങനെ പോയാലും ബൗൺസ് ബാക്ക് നിങ്ങൾ ഈ പാത്തിൽ തന്നെ വരും. അത് അതിന്റെ സമയമായി കഴിഞ്ഞു. ഓക്കെ സർ, താങ്ക് യു സർ. ടൈമാണ്. ഈ നിങ്ങൾ പോകണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പോകും. ഞാൻ അങ്ങനെ, എനിക്ക് സൈലൻസിനെ കുറിച്ച് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തു എന്നതാ സൈലൻസിന് കുറച്ച്. അതായത് ഞാൻ ഗോൾ സെറ്റിങ്ങിലും നമ്മുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ എഴുതി, ഒന്നും ഓർക്കാണ്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചെഴുതി 1 വീക്ക് യെസ് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ചെയ്തപ്പോൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഉണ്ടാവുന്ന മല്ലിക പറഞ്ഞു. മല്ലിക സാറേ, 3 ദിവസം കൊണ്ട് സാറിന്റെ ക്ലാസ്സിൽ കയറുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നാണ് സാറിന്റെ ക്ലാസ് കേൾക്കുന്നതും എല്ലാം. എനിക്കങ്ങ് ഭയങ്കര മണമാ സാറേ സാറിന്റെ ക്ലാസ്. എന്നെ വിറയ്ക്കുന്നു സാർ, ഭയങ്കര ഭസ്മത്തിന്റെ. ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം ചേട്ടനോട് പറയാം, ചേട്ടാ ആരണ്ട് റോഡിൽ കൂടെ ആരണ്ട് എന്നും ഒരേ സമയത്ത് ആ സമയത്ത് തന്നെ വരത്തില്ലല്ലോ സാറേ. ഭയങ്കര മണം, സുഗന്ധമാ നമ്മുടെ ഈ പ്രാർത്ഥനാ മുറി. ഇപ്പോഴും ഉണ്ട് സാറേ. ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്മെല്ലാണ്. ഭയങ്കര സ്മെല്ല്. ഇപ്പൊ ഈ ഭസ്മത്തിന്റെ, പിന്നെ നമ്മൾ പണ്ടത്തെ കുട്ടിപ്പുറ പൗഡർ ഭയങ്കര മണം. ഇങ്ങനെ എനിക്ക് കാണിക്കുക ശരീരം വരയ്ക്കുന്നു. പിന്നെ അതുകൊണ്ട് സാറേ എനിക്കിപ്പം ഒരു പ്രകാശം ഇങ്ങോട്ട് വന്നിട്ട് ഉച്ചയിന്ന്, എന്നിട്ട് മൊത്തം എനിക്കിപ്പം പകലിൽ കണ്ണടച്ചിരിക്കാൻ ഒക്കത്തില്ല സാറേ. എന്നിട്ട് മൊത്തം പ്രകാശവും മൊത്തം മഹാദേവനെ അങ്ങ് കാണുക. ഓരോ ആൾക്കും ഓരോ രീതിയിലായിരിക്കും സംഭവം വരുന്നത്. ഓരോ ആൾക്കും ഓരോ രീതിയിൽ. ഇപ്പോൾ ഞാൻ വീണ്ടും ഞാൻ പറയുന്നു, ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ അനുഭവിക്കുക. പക്ഷെ ബി എ ലോജിക്കൽ. എപ്പോഴും അതിൽ നിങ്ങൾ ലോജിക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ ഏതൊരു വിശ്വാസവും, ഇല്ലെങ്കിൽ എല്ലാ വിശ്വാസവും നമ്മൾ തന്നെ പറഞ്ഞാണ്, ഏതൊരു വിശ്വാസവും ശാസ്ത്ര വിധി പ്രകാരമായിരിക്കണം. അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താണ്? ഏതൊരു വിശ്വാസത്തെയും ശാസ്ത്ര വിധി പ്രകാരം അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താണ്? അന്ധവിശ്വാസം ആവരുത്. വിശ്വാസം മാത്രമേ പാടും. അത് സാറേ, ഞാന് പിന്നെ വൃശ്ചികം 1-ാം തീയതി മുതല് ഞാൻ പറഞ്ഞില്ല വ്രതം എടുത്ത അന്ന് മുതൽ ഞാൻ 1.5-2 മണിക്കൂർ പ്രാർത്ഥിക്കും. സാറിന്റെ മെഡിറ്റേഷൻ കണ്ടാണ്, ഞാൻ യൂട്യൂബിൽ കൂടെ കണ്ടാണ് പിന്നെ ഇപ്പൊ ചെയ്യുന്നത്. എന്നും ചെയ്യും. 1.5-2 മണിക്കൂറോളം ഇരിക്കും രാവിലെ എല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നും രാവിലെ വൈകിട്ടും ചെയ്യുന്നുണ്ട് സാർ. വിളക്ക് കത്തിച്ച്. അതിന്റെ സാറിന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ. നന്ദിയുണ്ട്. അത് വീണ്ടും ഞാൻ പറയണു, അതൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല. അതിനകത്ത് എന്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ, ഞാൻ അനുഗ്രഹത്തോണ്ടാണ് എല്ലാവർക്കും ക്ലാസ് എടുക്കുന്നത്. ചിലവർക്ക് ഇത് കണക്റ്റ് ആയി കിട്ടും, ചിലവർക്ക് ഇപ്പോൾ ഒരു പിടിയും കിട്ടില്ല. അതിന്റെ ഒരു കണക്ടിവിറ്റി അങ്ങനെയാണ്. അതിലേക്ക് വരാൻ ആഗ്രഹിച്ച ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല എത്ര പേര് കാണുന്നുണ്ട്, അതിലെല്ലാവരും വരാൻ പറ്റും. അതിലേക്ക് വരാൻ പറ്റുന്ന ഒരാൾക്ക്, പ്രസൻസ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതങ്ങനെ പറ്റുള്ളൂ. അങ്ങനെ ഈ ലോകത്തിന്റെ ചിട്ട അതാണ്. പക്ഷെ ബി വിത്ത് യുവർ സെൽഫ്. അതായത് ബൈബിൾ പറഞ്ഞപ്പോ ഷീന പറഞ്ഞ പോലെ, ബൈബിൾ ബി സ്റ്റിൽ ആൻഡ് നോ ഐ ആം ഗോഡ്. ഇപ്പോഴും മനസ്സിലാക്കുക, ബൈബിൾ പറഞ്ഞ ഇപ്പോഴും നമ്മൾ അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഒരു വിഷയമല്ല.
കൂടുതലും ഒരു നെഗറ്റീവിനോട് പോകുന്നില്ല. പിന്നെ വേറെ മാം പറഞ്ഞ കണക്കൊരു പിന്നെ ഒരു ഫോൺ കോൾ പോലും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനോടും നമ്മൾ അന്നേരം അവിടെ നിന്നൊക്കെ ഇനി മാറും. സ്വസ്ഥതയെ സമാധാനമായിട്ട് ടോട്ടലി മാറിപ്പോ. ഇരിക്കുക. ഓക്കെ, അടുത്ത ലതാംബിക എന്താ നന്ദി പറയുക? സാർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇവിടെ ഇരിക്കട്ടോ. ഞാൻ നല്ല ഇതുപോലെ ഈ ആയി വരുമ്പോഴേ എനിക്ക് എന്തെങ്കിലും ഒരു വിഷയം ഇങ്ങോട്ട് വരുമ്പോ അപ്പൊ എന്റെ മനസ്സങ്ങ് കൈവിട്ട് പോകുന്നു. ഇപ്പൊ ഒരു ഭയങ്കര വിഷയത്തിലാണ് ഞാൻ. അതാ ഞാൻ സാറിന് മെസ്സേജ് ഇട്ടിരുന്നു എന്ന് പറഞ്ഞേ. നിങ്ങള് മാം, വീണ്ടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ നിങ്ങൾ അതിനെ ചെറുതാക്കി അനുഭവത്തിൽ നിന്ന് ചെറുതാക്കി എടുക്കേണ്ടതിന് ശേഷം നിങ്ങൾ വീണ്ടും വലുതാക്കുക സാധനത്തെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പോയി പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം നിൽക്കില്ല. നിങ്ങൾക്ക് അനുഭവിക്കേണ്ടത് അനുഭവിക്കണം. നിങ്ങൾ വിട്ടുകൊടുക്കാത്തടത്തോളം കാലം ആ സാധനം നിങ്ങളെ പിടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ പണ്ടാരോ പറഞ്ഞ പോലെ ഒരു പുലിയെയും ഒരു മനുഷ്യനെയും പിടിച്ച് ഒരു കൂട്ടിലിടുകയാണ്. ആ മനുഷ്യൻ എന്താണ് പിന്നെ അതിനകത്ത് ഓപ്ഷൻ? പുലിയെ എങ്ങനെയെങ്കിലും സമന്വയപ്പെടുത്തുക, അത്രയേ ഓപ്ഷനുള്ളൂ. വേറെ ഒരു ഓപ്ഷനും മനുഷ്യൻ കൊടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ലതാംബിക മാം, എനിക്ക് മനസ്സിലായി. നിങ്ങൾ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്. അതിലേക്ക് നിങ്ങൾ ഞാൻ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കുന്ന നിങ്ങൾ ഈ പറയണം? ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ഈ പേടിച്ച് ഉരുകി തീരുകയാണ് നിങ്ങൾ. അതങ്ങ് വിട്ടുകൊടുക്കും, വിട്ടേക്കോ, അല്ലെങ്കിൽ നടക്കില്ല. നിങ്ങൾ കൊണ്ടേ പോവുള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത റിക്വസ്റ്റ് ആണ്. നിങ്ങൾ ഓരോ ക്ലാസ്സിലും വന്നിരിക്കുമ്പോൾ എനിക്ക് ഭയം തുടങ്ങി. നിങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല സാധനത്തെ. വിട്ടുകൊടുക്കാതെ നിർത്തരുത്, നിൽക്കില്ല അത് സാധനം. ഇപ്പൊ ദയവായി ഞാൻ പറയുന്നു, ഒന്ന് മനസ്സിലാക്കും ദയവ് ചെയ്ത്. കുറെ പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് അകത്തുനിന്ന് തന്നെ ഇങ്ങനെ വേദന വരുന്നത് നിങ്ങളോട് പറയുമ്പോൾ. നിങ്ങൾ ആ സാധനത്തെ വേണ്ടാത്തത്, നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ഒരാളാണ്. പക്ഷെ നിങ്ങൾ ആ പോകുന്നതൊക്കെ ഇത് എന്റേത് സ്വന്തമാണെന്നുണ്ടെങ്കിൽ പിടിച്ചു വലിച്ചുകൂടെ കൊണ്ടു നോക്കുക. അതങ്ങ് വിട്ടേക്ക്, വരുന്നത് വരട്ടെ. അവിടെ ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ ജീവനാണ് ഏറ്റവും വലുത്. ഇപ്പോ അതിലേക്ക് ഫോക്കസ് ചെയ്യും. സംഭവം എനിക്ക് മനസ്സിലായി, കാര്യമായ വിഷയങ്ങളുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമുക്ക് ആർക്കും, മനുഷ്യന് ഒരു പരിമിതി മനുഷ്യന് ഒരുപാട് പരിമിതികളുണ്ട്. അതിനപ്പുറത്തേക്ക് മനുഷ്യന് പോകാൻ പറ്റില്ല. നിങ്ങളൊക്കെ ശരിക്കും ദൈവത്താണ് നിങ്ങളെ പിടിച്ചു നിർത്തിക്കൊണ്ടു പോകുന്നത്. നിങ്ങളുടെ ഒത്തിരി ജോലി ചെയ്യുന്നുണ്ട്. വെറുതെ ഇരുന്ന ആലോചിക്കുമല്ലോ, അതുകൊണ്ട് ഒരുപാട് ജോലി നിങ്ങൾ ചെയ്തോളൂ. ജോലി ചെയ്ത് കാശുണ്ടാക്കി നിങ്ങൾ എങ്ങനെയായാലും ജീവിക്കാൻ നോക്കുക. അത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. അതിനപ്പുറത്ത് വരുന്ന സ്ഥാനത്ത് നിങ്ങൾ വരുന്നത് പൊട്ടേന്ന് വെച്ച് വിട്ടേക്കാം. വേറെ വഴിയില്ല നിങ്ങളുടെ മുമ്പിൽ. അവിടെ വഴിയില്ല മാം. സംഭവിക്കേണ്ടത് അങ്ങ് സംഭവിക്കട്ടെ. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 22-ാം തീയതി പൊസിഷൻ എടുക്കാനായിട്ട് കോടതിയിൽ നിന്ന് പേപ്പർ വന്നിരിക്കുന്നു. വരട്ടെ, എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിനിപ്പോ? നിങ്ങളുടെ കയ്യിൽ ഓപ്ഷൻസ് എന്തല്ലേ? സ്റ്റേ മേടിക്കണമെന്നാണ് എല്ലാരും പറയുന്നത്. സ്റ്റേ മേടിക്ക് പോയിട്ടാ. സ്റ്റേ മേടിക്കാൻ സ്റ്റേ ഓൾറെഡി കിട്ടുന്നതിന് വാങ്ങിച്ചേക്ക. അതിന് നിങ്ങൾ എന്തിനാ എന്തിനാണ്? സ്റ്റേ മേടിക്കാൻ പോവാൻ പറ്റുകയാണെങ്കിൽ പോയെങ്കിൽ സ്റ്റേ മേടിക്കുക, കഴിഞ്ഞ വിട്ടേക്ക്, അവിടെ പോവാ. ഇതിന് പിടിച്ച് നിങ്ങൾ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ആക്ഷൻ എടുക്കണ്ടെന്നല്ല. നിങ്ങൾ ഇങ്ങനെ പിടിച്ച് നീറരുത്. നിങ്ങൾ ആക്ഷൻ എടുക്കൂ. ആക്ഷൻ മാത്രമേ ഇനി ഓപ്ഷൻ ഉള്ളൂ. ചെയ്യാനുള്ള ആക്ഷൻ ഒക്കെ സ്റ്റേ എടുക്കുക, പോയി സ്റ്റേ എടുക്കുക. അല്ലെങ്കിൽ മറ്റു പരിപാടി ഉണ്ടോ അതെടുക്കുക. പിന്നെ ഇതിനെന്തിനാ നമ്മളിപ്പോ പറഞ്ഞതാക്കേണ്ട? വേറെ ഓപ്ഷൻസ് അവിടെ ഇല്ലല്ലോ. വക്കീല് 3 ലക്ഷം രൂപയാ ചോദിക്കുന്നത് സ്റ്റേ മേടിച്ച് തരുന്നതിന്. 3 ലക്ഷം രൂപയാണെങ്കിൽ കൊടുക്കാനില്ലെങ്കിൽ വിട്ടേക്കുക, ശേഷം എടുക്കട്ടെ. നിങ്ങൾ സത്യസന്ധത, നിങ്ങൾ ആ ലാൻഡ് വിട്ടിട്ട് പോകും. വിട്ടിട്ട് പോയാൽ വേറെ ഒന്നുമില്ല, എവിടെയാ പോകുന്നത്? പക്ഷെ എന്ത് ഇപ്പൊ 3 ലക്ഷം കയ്യിലുണ്ടോ? അത് ഒപ്പിക്കണം. ഒപ്പിക്കണം. പിന്നെ ഇത് തന്നെയല്ലേ വേദന. എല്ലാം ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ പോയാൽ വേറെ ഒന്നുമില്ല. അതിനിപ്പോ ശരി, ദയവ് ചോദിച്ചോട്ടെ, എന്ത് ഓപ്ഷനാ പറഞ്ഞു തരിക? അവിടെ ഞാൻ പറഞ്ഞു 3 മരണം നടക്കുന്നുണ്ട്, 3 സംഭവിച്ചില്ലേ? സംഭവിച്ചു. ഇനിയിപ്പോ എന്താ അടുത്ത ഓപ്ഷൻ പറയാനുള്ളത്? ഇപ്പോഴും അവിടുന്ന് രക്ഷപ്പെടാൻ വഴിയില്ലെങ്കിൽ അത് അത്ര എളുപ്പത്തിൽ തീരുന്ന സ്ഥലമല്ല മാഡം. അല്ല, നമുക്ക് ഇത് മേടിച്ചാൽ ആ സ്വാമി മേടിക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ആ സ്വാമി വാങ്ങിക്കുന്നില്ലല്ലോ, എത്രയോ പ്രാവശ്യം. അതുകൊണ്ട് ഞാൻ സ്റ്റേ മേടിച്ചാൽ ഇച്ചിരി കൂടെ താമസം വേണമെന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റേ മേടിച്ചാലും നമുക്ക് അത് വിറ്റ് മാറാൻ പറ്റത്തില്ലേ സാർ? ഒന്നും ഇല്ലാത്തത് കൊണ്ടാ. വേറെ ഒരു വഴിയും എന്റെ മുമ്പിൽ കാണുന്നില്ല കേട്ടോ. നിങ്ങൾ എന്താ പറയേണ്ടത് ചെയ്തോളൂ. എനിക്ക് ഓക്കെ, താങ്ക് യു മാം. ഓക്കെ,
ഇനി ആർക്കാ ഡൗട്ടുള്ള ഇതല്ല, ഈ സബ്ജക്റ്റ് നിന്ന് ഡൈവേർട്ട് ചെയ്തോളൂ. നിങ്ങൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരൂ. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തവർക്കോ അല്ലെങ്കിൽ മറ്റ് ജേർണി ടു ഹാപ്പിനെസ് സാറേ പ്രാക്ടീസ് എനിക്ക് ചെയ്തവർക്കോ പറയാനുണ്ട്. ഡൗട്ട് ഞാൻ പറയാം. സാറിന് മെസ്സേജ് അയച്ചിരുന്നു. മെഡിറ്റേഷൻ ടൈമിൽ എനിക്കൊരു കുറച്ച് സമയം ആദ്യം കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മൾ ഒന്നും അറിയാത്ത രീതിയിൽ ആ വൈബ്രേഷൻ നിലനിൽക്കുക. പിന്നെ എന്താ പറയാ, എന്തോ ഒരു ഉടയാടൊക്കെ എന്റെ മുമ്പിൽ കാണുന്ന പോലെയൊക്കെ തോന്നി. ഞാൻ സാറിന് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഓക്കെ, മെസ്സേജ് തന്നെ സമയത്ത് ഉണ്ട് അത്. ശരി. കോമൺ ആയിട്ട് എന്താണ് നിങ്ങൾ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മെഡിറ്റേഷൻ ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ബോഡി വൈബ്രേഷൻ ആവുന്നില്ലെങ്കിൽ, അല്ലെ ബോഡി വൈബ്രേഷൻ ആവണമെന്നാണോ ആവണ്ടെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അവിടെ തന്നെയാണ്. അപ്പൊ അത് സംഭവിക്കുന്നുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പൊ ഡെയിലി ഉണ്ട്. ശരിയാണല്ലോ മറ്റേ ഒരു മെഡിറ്റേഷൻ. പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ആദ്യമൊക്കെ ശരിയാണല്ലോ ഇപ്പൊ ഡെയിലി ഉണ്ട്. ഓക്കെ, ഓക്കെ. അത് ശരിയാണല്ലോ. അപ്പൊ മെഡിറ്റേഷൻ ശരിയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതെ സാറേ, താങ്ക് യു. നോക്കൂ, ഇവിടെ എന്താണെന്നറിയോ, ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ചെറിയ ചെറിയ വാക്കുകളിലാണ് പറഞ്ഞു പോകുന്നത്. അതൊന്ന് ശരിക്കും ഗ്രഹിച്ചെടുക്കണേ. നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടായി എന്ന് എങ്ങനെയാണ് നമ്മൾ അറിയുക? എനിക്കൊരു മാറ്റം ഉണ്ടായെന്ന് എങ്ങനെ അറിയുക? അല്ല, ഒരാളോടല്ല, കോമൺ ആയിട്ട് ചോദ്യം. എനിക്കൊരു മാറ്റം ഉണ്ടായെന്ന് എങ്ങനെയാണ് ഞാൻ അറിയുക? റഫീഖ് ഒന്ന് പറഞ്ഞു നോക്കി, എനിക്കൊരു മാറ്റം ഉണ്ടായത് എങ്ങനെയാണ് ഞാൻ അറിയുക? ഇപ്പോ സാറ് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നല്ലോ, നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് സംസാരിക്കുന്ന ഒരാളായിരുന്നു എങ്കിൽ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ സംസാരിക്കുന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാമല്ലോ അവിടെ എന്തോ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാമല്ലോ. ചിന്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും മുമ്പ് നമ്മൾ കാട് കയറി ചിന്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ അത്രയും ചിന്തിക്കുന്നില്ലെങ്കിൽ അതിനെന്തോ ഒരു ചേഞ്ച് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നെ അല്ലെ? വേറെ പിന്നെന്താണ്? അത് നമ്മുടെ മൈൻഡ്. ബോഡിയിൽ എന്ത് സംഭവിക്കും? ബോഡി എന്താണ്, നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ, അതായത് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു കൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൈയുടെ ഒരു സ്കിന്നില് നമ്മളിപ്പോ കറണ്ട് സിറ്റുവേഷനെ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലാണ് എന്നൊരു രീതിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും ബോഡിയുടെ കാര്യത്തിൽ. മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ബേസ്ഡ് വാട്ട് ഈസ് ചേഞ്ച്? ആരെങ്കിലും വിനീത പറഞ്ഞേ, എന്താണ് മാറ്റം എന്ന് പറയുന്നത്? മാറ്റം എന്ന് പറയുന്നത് സാർ, ഓരോ സിറ്റുവേഷനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു. ഫിസിക്കൽ മാറ്റം എന്ന് പറയുന്ന പ്രക്രിയ നമ്മുടെ ഫിസിക്കലില് എന്താണ് സംഭവിക്കുന്നത്? അതറിയില്ല സാർ. എ കെ കുമാർ സാർ പറഞ്ഞു, എന്താണ് മാറ്റം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ പ്രത്യക്ഷത്തിൽ എന്താണ്? പ്രത്യക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുന്നത്? ഹൗ ഡു യു ഫീൽ ഇൻ ചേഞ്ചസ്? ഒന്നുകൂടി പറയാം, ഹൗ ഡു യു ഫീൽ ഇൻ ചേഞ്ചസ്? നല്ല ഹാപ്പി ആയിരിക്കൂലേ? എല്ലാം ഭയങ്കര പ്ലസന്റ് ആയിരിക്കൂലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഹാപ്പി മാത്രമായിട്ടില്ല മാറ്റം. പിന്നെ രോഗപ്രതിരോധ ശേഷിയെല്ലാം ഉണ്ടാവും ശരീരത്തിന്. പോസിറ്റീവ് മാറ്റം അല്ല, രോഗപ്രതിരോധ ശേഷി എങ്ങനെ ഉണ്ടാവുന്നത്? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഒരു ഓക്കെ അല്ലേ? എങ്ങനെയാണ് രോഗപ്രതിരോധ ശേഷി നമ്മളുടെ ശരീരം ആർജിച്ചെടുക്കുന്നത്? ഹൗ ഡു ഇറ്റ്സ് ഹാപ്പൻ? നമ്മൾ തരണം ചെയ്യുന്ന ഒരു വിശ്വാസം ഉണ്ടാവും, കോൺഫിഡൻസ് വരും. ഷർമിള അൺമ്യൂട്ട് ചെയ്തേ. ഷർമിള അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? എന്താണ് പറഞ്ഞത്? നമുക്കൊരു എനർജി കൂടുമ്പോൾ നമ്മുടെ നിലവിലുള്ള എനർജി ഹൈ ആവുന്നതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ചേഞ്ചിൽ ആകെ സംഭവിക്കുന്ന എനർജി മാറും. അപ്പൊ നിലവിലെ എനർജി അല്ല, ആ എനർജി മാറുമ്പോൾ നമുക്ക് ഞാൻ വീണ്ടും എനർജിയിലേക്ക് പോകാം. നിങ്ങൾ എപ്പോഴും പരാതി, പരിഭവം, കഷ്ടം അല്ലെങ്കിൽ ആൾക്കാരായിരുന്നുവെങ്കിൽ, എപ്പതി, ഗ്രീവ്, ഫിയർ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങളുടെ എനർജി കുറവാണ്. നിങ്ങൾ അതിൽ നിന്ന് ഹൈ എനർജിയിലേക്ക് പോയി ഒരു 200 ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറേജ് ആയിരിക്കും. പിന്നെ ഭയങ്കര കറേജോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ എനർജി 200 എത്തിയെന്നാണ്. പിന്നെ പരാതി ഉണ്ടാവില്ല, പരിഭവം ഉണ്ടാവില്ല. കാരണം അത് വരില്ലല്ലോ, സാധനം താഴോട്ട് പോയി.
പക്ഷെ പിന്നെയും നമ്മൾ ചില സമയത്ത് ചില കൂട്ടുകാരെ കാണുമ്പോൾ ആ മോനെ നീ എന്റെ പരാതിയല്ലേ, നീ എന്റെ സുഹൃത്തല്ലേ, ഇതല്ലേ എന്റെ സങ്കടം എന്ന് പറഞ്ഞ് ടൈന്ന് പറഞ്ഞ് താഴോട്ട് പോകും. അപ്പൊ ഈ കൊണ്ടുവന്ന് വെച്ചാൽ തിരിച്ചു വന്നു. നമ്മുടെ ബോഡി വൈബ്രേഷനില് ചേഞ്ചസ് വരും. അതായത് നിങ്ങൾ ഇത്രമാത്രം എളുപ്പത്തിൽ ഇതിന്റെ സൈൻ എനിക്ക് ഇവിടെ വീഡിയോ കാണിക്കാനില്ല. എളുപ്പത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ മോട്ടറുകൾ കണ്ടിട്ടുണ്ടോ? അത് അൺമ്യൂട്ട് ചെയ്തത് ആവശ്യമില്ലാത്ത കേട്ടോ. സജീവ വെറുതെ ശബ്ദം ഉണ്ടാവുന്ന ആവശ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അൺമ്യൂട്ട് ബട്ടൺ അമർത്തുക, തിരിച്ച് മ്യൂട്ട് ചെയ്യാൻ മറക്കുക. കാരണം ഓരോ പ്രാവശ്യം അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അൺമ്യൂട്ട് ചെയ്തു. ഓരോ പ്രാവശ്യം വെറുതെ പോയിട്ട് അതിന് അൺമ്യൂട്ട് ചെയ്യും. എന്തിനാ ഒച്ച ഉണ്ടാക്കുന്നവിടെ? എല്ലാവരുടെ പറഞ്ഞു. നിങ്ങള് ഈ മോട്ടർ ചെറിയ കുട്ടികൾ ടോയ്ലറ്റിലൊക്കെ മോട്ടറുകൾ കിട്ടിയാവുന്ന എടുക്കണേ. ചെറിയൊരു വൈബ്രേറ്റ് മോട്ടർ ഉണ്ടാവും. അതിലേക്ക് ഒരു കറണ്ട് കൊടുക്കുമ്പോൾ അത് ഒന്ന് ഞെട്ടും, എന്നിട്ട് അതിങ്ങനെ കറങ്ങാം. എല്ലാ മോട്ടറിനും പ്രത്യേകതയാണ്. അതായത് ഇത് കാണാൻ പറ്റും, നിങ്ങൾക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും നിൽക്കാം. ചെറിയ മോട്ടറിൽ അതായത് ഒരു 1.5 വോൾട്ടിന്റെ ബാറ്ററിയുടെ കണക്ഷൻ അതിലേക്ക് കൊടുക്കുമ്പോൾ അതൊന്ന് വിറപ്പിച്ചിട്ടായിരിക്കും പിന്നെ അതിലേക്ക് കറങ്ങാം. കണ്ടിട്ടുണ്ടോ? ഇതായത് ഒരു എനർജി നിലവിലുള്ള ഒരു സ്റ്റാറ്റിക് ബോഡിയിലേക്ക്, നിശ്ചലമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു എനർജി കൊടുക്കുമ്പോൾ അതൊന്ന് വൈബ്രേറ്റ് ചെയ്യും, എന്നിട്ട് അത് ചലിക്കാൻ തുടങ്ങും. ഇതേ ഫോർമുല നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്താൽ ഇപ്പോൾ നിർജീവമായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ബോഡി, ഈ ബോഡി അതായത് ഒരു 1.5 വോൾട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മോട്ടറിനെ ഒരു 3 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് കുലുങ്ങും. ഈ കുലുക്കം സ്വാഭാവികമായി സംഭവിച്ചു പോകുമ്പോൾ നമുക്ക് പിന്നെ അത് ചില ബോഡികൾ റെസിസ്റ്റ് ചെയ്യും. ഈ സാധനത്തെ പറ്റില്ല, എനിക്ക് താങ്ങാൻ പറ്റില്ല. കാരണങ്ങൾ പലതുമുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് പറയാം, 1-2 പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും മാലിന്യങ്ങളെ കണക്ട് ചെയ്തു പോകും. മാലിന്യങ്ങളുടെ കൂടി നിൽക്കുന്ന ഒരു ഒഴുകുചാലിലൂടെ വെള്ളം ഒലിച്ചു പോകുമ്പോൾ ഓരോ മാലിന്യങ്ങൾ വലുതാണെങ്കിൽ അവിടെ എത്തുമ്പോൾ ഈ വെള്ളം വീണ്ടും കെട്ടി നിന്നിട്ട് അവിടെ വെള്ളം നിറയും. അപ്പോൾ മാക്സിമം പ്രഷർ ഉണ്ടാവും, അവിടെ ഉണ്ടാവുമല്ലോ, മാക്സിമം പ്രഷർ ഉണ്ടാവും. പക്ഷെ ഈ കൊടുക്കുന്ന വെള്ളത്തിന് അത്രയും പ്രഷർ കൊടുക്കാനില്ലെങ്കിൽ അത് അവിടെ കെട്ടി നിൽക്കുക തന്നെ ചെയ്യും. എന്നിട്ടത് വഴിതിരിഞ്ഞ് ഒഴുകിപ്പോകും. മാലിന്യം അവിടെ തന്നെ നിൽക്കും, വെള്ളം വഴിതിരിഞ്ഞ് ഒഴുകിപ്പോകും. ഇതേപോലെ നമ്മൾക്ക് എനർജി കിട്ടി, പക്ഷെ അത് സ്ലോയിലാണ് വരുന്നത്. ഈ കെട്ടി നിൽക്കുന്ന മാലിന്യത്തെ തള്ളാനുള്ള കഴിവതില്ലെങ്കിൽ, നമ്മൾ അത്രയും വലിയ മാലിന്യം അവിടെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ഡൈവേർട്ട് ചെയ്ത് പോകും. ഡൈവേർട്ട് ചെയ്ത് പോകുന്നതിന് എങ്ങോട്ട് പോകും? നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. ഇത് എൻ്റെ ഉണ്ട് സാധനം, പക്ഷെ എനിക്ക് എന്നെ പൊളിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ അവരെ ഉപദേശിക്കാനോ ഒക്കെ ശ്രമിച്ചു നോക്കും. വെറുതെ ഇരിക്കുന്ന സാധനമല്ല, എക്സ്ട്രാ ആണ്. പക്ഷെ അതിനെ വീണ്ടും നമ്മൾ അകത്ത് നിന്നും കൂടുതൽ ശക്തമായ വെള്ളം എപ്പോഴും ഉണ്ടാക്കുന്നു, അപ്പോൾ ഈ സാധനത്തെ തള്ളും, അപ്പോൾ അതവിടെ പോകും. പിന്നെ അടുത്ത തലമാരി. ഇങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ഇതാണ് 18 പടികളുടെ പ്രത്യേകതയും. ഓരോ സ്റ്റേജ് ബൈ ഉയർന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ എത്താൻ പറ്റൂ. ഇത് എല്ലാ ശരീരത്തിലും ഉള്ളതാണ്, എല്ലാ മനസ്സിലും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്റ്റേജും കഴിഞ്ഞ് പോകണം. ഇത് ആദ്യം ശരീരത്തിലും പ്രത്യക്ഷത്തിൽ വരും, മനസ്സിലും വരും. ഇപ്പോ വനജ മാം പറഞ്ഞത് ആകെ ശരീരത്തെ പറ്റി പറഞ്ഞിട്ടുള്ളൂ, അവർ മനസ്സിനെ പറ്റി പറഞ്ഞിട്ടില്ല. അവരെ മനസ്സിൽ ഇതിനേക്കാളും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനെയും പോസിറ്റീവായി, നേരത്തെ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ആള് എല്ലാം എനിക്ക് പറ്റും, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന മൂഡിലേക്ക് വരും. ഇനി അടുത്ത തലം എന്ന് പറയുന്നത് ഈ വൈബ്രേഷൻ മാറിയിട്ട് പിന്നെ ആവശ്യം വരുമ്പോൾ മാത്രം വൈബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ പിന്നെ പറയുന്നത് ഒന്ന് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്നായിരിക്കില്ല, ഇതൊക്കെ എനിക്ക് പറ്റുമല്ലോ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ എനിക്ക് പറ്റുമല്ലോ, ആവശ്യമുണ്ടാകുമ്പോൾ ഞാൻ ചെയ്യും. അപ്പോൾ എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ മാത്രം ഈ ബോഡി വൈബ്രേറ്റ് ചെയ്യും. അടുത്ത തലം, അതിന്റെ അപ്പുറത്തുള്ള അടുത്ത തലം വരുന്നത്, എന്തപ്പോ കുഴപ്പം, എന്റെ ഇതുണ്ടല്ലോ, പിന്നെ ഞാൻ വൈബ്രേറ്റിന്റെ ആവശ്യമില്ലല്ലോ, എന്റെ ഉണ്ടല്ലോ, ഇത് ഞാനതാണല്ലോ എന്ന അവസ്ഥയിൽ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് എപ്പോഴും ഇത് വേണോ അപ്പോഴൊക്കെ അത് നമ്മുടെ ഉണ്ടാവും. അതിന് 4-ാമത്തെ തലം എന്ന് പറയുന്നത്, എപ്പോഴും എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, ചിന്തയില്ല,
എനിക്കതില്ലാന്നോ ഉണ്ടോ എന്നുള്ള ചിന്തയിൽ എന്നും എൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ട്. പിന്നെ എനിക്കെന്താ? ഇപ്പൊ നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പച്ചക്കറി വീട്ടിൽ നട്ട് നിറച്ച് വെച്ചിരിക്കുകയാണെന്ന് കരുതിക്കോ, ചുറ്റുവട്ടത്ത്. നിങ്ങൾ എപ്പോഴും ആലോചിക്കും ഇന്നിപ്പോ ഇനി വെക്കേണ്ട കറി എന്താണപ്പ എന്ന് ആലോചിക്കുക. ഏതെങ്കിലും ഒന്ന് പറിക്കും, വെക്കും, കഴിക്കും, പോകും. അല്ലേ? സിമ്പിളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം നിറഞ്ഞിരിക്കുമ്പോ എന്താണ്? ആവശ്യമുള്ള എടുത്തു, അത് നമ്മുടെ കാര്യം കഴിഞ്ഞു, അങ്ങോട്ട് വിട്ടുപോയി. അതിനെ പിന്നെ കൂടുതൽ ചിന്തിക്കില്ല നമ്മൾ. പിന്നെ അടുത്ത തലം മനുഷ്യൻ എപ്പോഴും അതല്ലേ ഇത് പറഞ്ഞത്, 10 കിട്ടിയാൽ 100 മതിയെന്ന്, 100 കിട്ടിയാൽ 10,000. ഇത് നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്. മനുഷ്യൻ എപ്പോഴും അതിന്റെ അടുത്ത തലത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമേ അവന് വെച്ചുള്ളൂ. ഇത് കഴിഞ്ഞ് ഈ സ്റ്റേജ്, 4ാമത്തെ സ്റ്റേജ് കഴിയുമ്പോൾ പിന്നെ അടുത്തതിനെ പറ്റി അവൻ ആലോചിക്കും. ഇങ്ങനെയാണ് എല്ലാം സംഭവിച്ചിട്ടുള്ളത്. ഇത് ആദ്യത്തവന് മാത്രമേ ഈ വിഷയമുള്ളൂ. അവിടുന്ന് കഴിഞ്ഞ് അതുകൊണ്ട് പണ്ട് ഇത് പറയല്ലേ, കോടികൾ ആദ്യത്തെ 1 കോടി ഉണ്ടാക്കാൻ മാത്രമേ പ്രയാസമുള്ളൂ. പിന്നെയോ പിന്നെ അത് ശീലമായി കഴിഞ്ഞു, പിന്നെ ഓട്ടോമാറ്റിക് പൊക്കോളും. ഇതാണ് ഇതിന്റെ പ്രധാനമായ ബുദ്ധി. ഇതെല്ലാം കണക്റ്റഡ്. കിട്ടി എങ്ങോട്ടൊക്കെ പോയല്ലേ ദൈവമേ. ജേണി ടു ഹാപ്പിനെസ് ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടില്ല, ഇതൊക്കെ എപ്പോഴത്തേക്കാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ കുമാറിന് കാര്യം ചെറിയ രീതിയിൽ എവിടെയും മനസ്സിലായത്, എവിടെയാണ് കിടക്കേണ്ടത് മനസ്സിലായ? എനർജിയാണ് നമ്മുടെ പ്രധാന പ്രശ്നം അല്ലേ സാർ? ലോ എനർജി. അതിനൊന്നും അപ്പ് ചെയ്യാത്രത്തോളം കാരണം രക്ഷയില്ല. ഞാൻ ഇവിടെ ആരെങ്കിലും കവിത എഴുതുന്ന ആൾക്കാരുണ്ട്? ചെറുതായിട്ടൊക്കെ എഴുതുമ്പോ നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടേന്നൊന്ന് പറഞ്ഞു തരുമോ? യോ മാം, അങ്ങനെ ഇതൊക്കെ പറഞ്ഞതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഞാൻ എല്ലാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായി സാർ. ഞാൻ അപ്പൊ ഇതാവുമെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പറ്റൂല. പെട്ടെന്നൊന്നും പറ്റൂല. അല്ല, അങ്ങനെ മാറാൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഒത്തിരി ഇങ്ങനെ ആവും. ഞാൻ കളയും അതൊക്കെ ഒത്തിരി. പക്ഷെ വീണ്ടും ഒരു അടുത്ത പ്രശ്നം വരുമ്പോഴാ, അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞുകൂടാ, സോറി. അപ്പൊ അടുത്തത് വരുമ്പോഴാണ് പിന്നെയും നമുക്ക് ആ ഒരു ഇത് വരുന്നത്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ല പാത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നന്നായിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ അത് ഇടയ്ക്ക് പോയിട്ട് അല്ലല്ലോ ഞാൻ ഇതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റാണ്. നിങ്ങൾക്കത് റെക്കഗ്നൈസ് ചെയ്യാനുള്ള വിഷയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഞാനിതല്ലല്ലോ എന്ന് കരുതി പോവുകയാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവരോടും ഒരു കാര്യം കൂടി പറയാം. ഇത് ജീവിതമാണ്, ലൈഫാണ്. ഈ തത്വങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒരു ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. ലൈഫ് ഹാസ് എ പർപ്പസ്. ഈ ലൈഫ് ഇവിടെ വന്നത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഒരു പർപ്പസിന്റെ ഭാഗമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഭാഗം. അല്ലാത്തവർ ഇവിടെ വന്നിരിക്കില്ല. നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ തന്നെ നമ്മുടെ മൊത്തം ക്ലാസ്സിൽ ഏകദേശം 1000-ലധികം ആൾക്കാരുണ്ട്. ഏതാ നമുക്ക് പേട് എടുത്ത ആൾക്കാർ. 88 ആൾക്കാർ മാത്രമേ ഞാനിപ്പോ പറയുന്നവർ കേൾക്കാനുള്ളൂ. എല്ലാവരും തിരക്കായിട്ടാ? അങ്ങനൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് എവിടെയോ എന്തോ മാറ്റപ്പെടാൻ ഉള്ളവർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. അവരാഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് പറ്റൂല. ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. ജീവിതമൊന്നും നമ്മൾ ആരും അമാനുഷികരല്ല. മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച് തന്നെ പോകണം. ഇനി അടുത്ത ജന്മം മനുഷ്യനാണോ മൃഗമാണോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അനുഭവിക്കേണ്ടതിനെ ആക്സെപ്റ്റ് ചെയ്ത് പോവുക തന്നെ അതേ നിവർത്തിയുള്ളൂ. വേറെ ഒരു വഴികളും പോംവഴികളും ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്നിവരെ. കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. അതിങ്ങനെ മാറ്റപ്പെടുത്തി പോവുകയാണ്. അപ്പോൾ ചില സമയത്ത് നമ്മളതിനെ അക്സെപ്റ്റ്, ഓക്കെ ശരി, ഞാനിത് അനുഭവിക്കേണ്ടതാണ് എന്നിലും ഞാൻ എൻ്റെ മനസ്സിനെ പിന്നെ ഉയർത്തും. അത് ആണ് നമ്മൾ എടുക്കേണ്ട പ്രക്രിയ. പുറത്തെ മാറ്റാൻ നോക്കുന്നതിനകത്ത് അകത്ത് മാറ്റം എടുത്താൽ മതി. അത് നിങ്ങൾ യഥാംബിക അകത്ത് മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. നെക്സ്റ്റ് ആർക്കെങ്കിലും? അപ്പോൾ ഒരു ഇന്ന രീതിയിലാണ് ഇത് എനർജി ഉയർത്തിക്കൊണ്ടുവരുന്നത് എളുപ്പത്തിൽ പറയാൻ പറ്റില്ല. ഒരുപാട് രീതികളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. സർ നമസ്കാരം. സർ ഞാൻ മിനിയാണ്, പട്ടാമ്പിന്ന്. സർ ഞാൻ സാറിന്റെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. സാറിന്റെ എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എൻ്റെ മക്കളിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സാറ് പറഞ്ഞതുപോലെ ഞാൻ മാറാൻ തുടങ്ങി.
അവരെ മാറ്റാതെ ഞാൻ മാറാൻ തുടങ്ങി. എല്ലാ ദിവസവും ചിലപ്പോ കണ്ണീര് വീഴുന്ന എനിക്ക് കണ്ണീരിന്റെ കണ്ണെന്ന് വീഴാത്തൊരവസ്ഥയിൽ സാറിന്റെ ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ റെഡിയായി തുടങ്ങിയത്. ഞാൻ മാറാൻ തുടങ്ങി. അവരെ മാറ്റാനാണ് ആദ്യം ഞാൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ അത് മാറി, ഞാൻ മാറാൻ തുടങ്ങി. അതിനനുസരിച്ച് ഇപ്പൊ അവരും മാറി തുടങ്ങി. താങ്ക് യു സർ. ഇനി എനിക്ക് എന്റെ അതിനനുസരിച്ച് അവര് മാറി തുടങ്ങി അല്ലെ? അവരല്ല മാറിയത്, നിങ്ങളുടെ മാറ്റം മാത്രമേ ഉള്ളൂ. അവരങ്ങനെ തന്നെ ഉണ്ട്, പഴയ പോലെ തന്നെ ഉണ്ട്. പക്ഷെ എനിക്ക് അവരിൽ നിന്നൊരു നെഗറ്റീവും ഇല്ല, ഇപ്പൊ പോസിറ്റീവ് നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവം മാറി, ഇത്രയേ ഉള്ളൂ. ലളിതം അല്ലേ? അതന്നെയാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചതും സംഭവിക്കുന്ന അത് തന്നെയാണ്. സർ അതുപോലെ എനിക്ക് ബ്യൂട്ടി പാർലറാണ്. ഇപ്പൊ ഈ ഒരു 1-2 മാസമായിട്ട് വർക്ക് വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ കുറവെന്ന് തന്നെ പറയാം. ചെലവിനുള്ള പൈസ പോലും കിട്ടാത്തൊരവസ്ഥ. ജോലിക്കാർക്ക് ശമ്പളം, ഇപ്പൊ ഒരാളെ ഉള്ളു ജോലിക്ക്, ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അതിൽ മാറ്റം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് സാറിന്റെ ക്ലാസ്സിൽ ഞാൻ ഇരിക്കുന്നതും. വിശ്വാസമാണ് എനിക്ക് പൂർണ്ണമായിട്ട്. എങ്ങനെ ബുദ്ധിമുട്ടുണ്ടായാലും ഒന്ന് മനസ്സ് കണ്ണടച്ച് സാറ് പറഞ്ഞ പോലെ, എനിക്ക് മെഡിറ്റേഷൻ വരെ ചെയ്യാൻ പറ്റില്ല സാർ. എനിക്ക് ഒരു ട്രീറ്റ്മെന്റിലായിരുന്നു, അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിലിടയ്ക്ക് കാർ ആക്സിഡന്റ് ആയി, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സാറ് പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്യാറുള്ളതുകൊണ്ട് മൈൻഡിനെ ഞാൻ പിന്നെയും പിടിച്ചു നിർത്തുമ്പോൾ എനിക്ക് എന്തുണ്ടെങ്കിലും നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇനി വേണ്ടത് എന്റെ ബിസിനസ്സിൽ ഉയർച്ചയാണ്. എന്താ ക്ലാസ്സിലുള്ളത്? ഞാന് ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷനിൽ ഇപ്പൊ പുതിയ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലും പിന്നെ ബിസിനസ് ക്ലാസ്സിലുണ്ട്. 10 മിറാക്കിൾസിലുണ്ടോ? ഇല്ല. പിന്നെ ഇതേതാ ഈ ക്ലാസ്സിൽ ഞാൻ ആഡ് ചെയ്തത്? ഏത് ക്ലാസ്സിനാ വന്നത്? ഇപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിനാണ് വന്നില്ലേ? ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിനാണോ നിങ്ങൾ ലിങ്ക് കിട്ടി വന്നത്? അതെ അതെ. അതിന് മാത്രമേ ഉള്ളൂ. ഈ ക്ലാസ് ഇപ്പോ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള ക്ലാസ്സാണ്. ഇത് ഫ്രീ സെഷൻ. അതെ, ഞാൻ സാറിന്റെ ക്ലാസ്സുകൾ കിട്ടുന്ന ക്ലാസ് ഒക്കെ കേൾക്കാറുണ്ട്. ഓക്കെ, ഇതിലെ യൂട്യൂബ്. ഓക്കെ, ആ നമ്മളൊരു ക്ലാസ്സില് ഒരു പ്രോമിസ് എടുത്തിരുന്നു, ഒരു സത്യപ്രതിജ്ഞ എടുത്തിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത്? ഒരു വാക്ക് നമ്മളിന് ഇവിടെ ഈ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കില്ല. ശ്രീകല രാജേഷ്, എന്താണ് ആ വാക്കെന്ന് അറിയാം? കയ്യിലൊക്കെ നല്ല മോതിരല്ലേ? ശ്രീകല രാജേഷ്, രാജേഷ് ശ്രീകല ഞാൻ തന്നെയാണ്. ശ്രീകല ഞാൻ തന്നെയാണ്, വേറെ ആരുമില്ല അല്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? പോയോ? അൺമ്യൂട്ട് ചെയ്യുമ്പോഴും കട്ട് ചെയ്തു. എന്തായിരുന്നു നമ്മളിവിടെ ഒരു പ്രോമിസ് എടുത്തിരുന്നു ക്ലാസ്സിൽ, ഓർമ്മയുണ്ടോ? പരാതി പറയില്ല. ചോദിച്ചാള് പറയട്ടെ. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് പറഞ്ഞതിന്റെ അർത്ഥത്തിലാണ്, നിങ്ങളെ ഉദ്ദേശിച്ചതല്ല. എല്ലാവരും കോമൺ ആയിട്ട് ഒരു കാര്യം ചൂണ്ടിച്ച് കാണിക്കാനാണ്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഇത്തരം നെഗറ്റിവിറ്റികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഇവിടെ പറയാം, ഇപ്പോഴും പറയേണ്ട ആവശ്യമാണ്. പിണറായി വിജയൻ 740 രൂപയുടെ റീചാർജ് എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കില്ലെന്ന് ഏത് പൊട്ടനും അറിയാം അല്ലേ? പ്രത്യേകിച്ച് ഇതാരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുമോ? പിണറായി വിജയൻ ഒരിക്കലും അരി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും വിശ്വസിക്കാം. കാരണം കേരള മുഖ്യമന്ത്രിയാണ്. റീചാർജ് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കൊടുക്കും? സാധ്യതയുണ്ടോ? എല്ലാവർക്കും അറിയാമോ? അതറിയാത്തവരുണ്ടോ? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന് പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, വിശ്വസിക്കുന്നവരുണ്ടോന്ന് വെച്ചാൽ വിശ്വസിക്കുന്നവരല്ല, വിശ്വസിക്കുന്നില്ല. ഉള്ളവരെ പറയുമ്പോ ഞാനില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെന്തിനാ പറയണേ? ലോജിക്കായിട്ട്. ഇനി ഉള്ളവരുണ്ട് ഇവിടെ, ഒന്ന് പറഞ്ഞു നോക്കി.
എന്തിനാണ് ഞാനിത് പറയണത് വെച്ചാൽ ഒരു ഉദാഹരണം എടുത്തിട്ട് പറയാണ്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ് പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് മാത്രം നമ്മൾ ഈ മറ്റുള്ളവർ ക്ലാസ്സിൽ വന്നതിന് മുമ്പ് ഇതിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വരുമ്പോ ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ചെയ്യാറില്ല. ഇപ്പൊ ചെയ്യാറില്ല. മാറ്റം, വെരി ഗുഡ്. മാറ്റമുണ്ട്, മാറ്റമുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി തരാറുണ്ട്. കാരണം നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും 1 മിനിറ്റ് പോസ് ചെയ്യുക. 1 മിനിറ്റ് ഇല്ല, ഒരു അര മിനിറ്റ് എങ്കിലും ഒന്ന് ഇരുന്ന് ഇത് എന്ത് സംഭവം, വല്ലതും ആണോ? ഏയ് ചോ. കാരണം നമുക്ക് ആവശ്യമുള്ളതേ നമ്മൾ ചെയ്യാം. നമുക്ക് ഗുണകരമായി മാറാത്ത ഒരു കാര്യവും മറ്റുള്ളവന് ഗുണകരമായി മാറില്ല. മാറുമോ? എനിക്ക് ഗുണമില്ലാത്ത ഒരു കാര്യം ആശയ്ക്ക് ഗുണമുണ്ടാവുമോ? അല്ലെങ്കിൽ എനിക്ക് ഗുണമില്ലാത്ത കാര്യം റഫീഖിന് ഗുണമുണ്ടാവും? എങ്ങനെയാവും? നമ്മൾ 2 മനുഷ്യരല്ലേ? അപ്പൊ എനിക്കിതൊന്നും താല്പര്യമില്ല, എന്നാ പിടിച്ചോ. ഇതെന്തിനാ? സമയം വെറുതെ പോകുന്ന പരിപാടിയാണ്. വേറെ വല്ല പരിപാടി ദിവാസ്വപ്നം ഒന്നുമില്ലേ? ദിവാസ്വപ്നം കാണും, അതിനാണ് പഠിക്കുന്നത്. ഭാവന സൃഷ്ടിക്കൂ. വെറുതെ ഇരിക്കുകയാണെന്ന് നിൽക്കൂ, അല്ലെങ്കിൽ വെറുതെ ഇരുന്നോളൂ. ഈ സാധനം ഞാൻ പറഞ്ഞു, ഈ സാധനം നിങ്ങൾ മൊബൈലിൽ കിട്ടി, നിങ്ങൾ ഇന്ന് 50ഓ 20ഓ പേർക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ എത്ര സമയവും എനർജിയാണ് അവിടെ നിങ്ങൾ കളഞ്ഞത്. അവരും ആവശ്യമില്ല, നിങ്ങൾക്കും ഗുണമില്ല. നിങ്ങൾ എന്തിനാണ് ആ സമയം അവിടെ കളഞ്ഞത്? അവന്റെ മനസ്സിൽ നിങ്ങളെ പറ്റിയുള്ള ചിന്ത ഉണ്ടാക്കി, നിങ്ങളുടെ വാല്യൂ ഇവിടെ പോകുമെന്ന് ആലോചിച്ചു. അപ്പോ നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥമേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്നത് ഏതൊരു കാര്യവും ഗുണകരമാണോ എന്ന്, എനിക്കിതിൽ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചെയ്ത്, ഞാൻ സെൽഫിഷ്നെസ് ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം. എനിക്കിതിൽ എന്താണ് ഗുണം ആലോചിക്കാം. എനിക്ക് ഗുണമുണ്ട്. ഒരാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഞാൻ കുറച്ച് ഓമൻ എന്തെങ്കിലും പറയാനാണ് അൺമ്യൂട്ട് ചെയ്തവിടെ? ഓമൻ അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും പറയാനാണോ? അല്ല വെറുതെ പോകുന്ന വഴിക്ക് എന്നാ പിന്നെ ഒന്ന് കുത്തിക്കോട്ടെ എന്നാണ് കുത്തിയതാ? ഇതേ കാര്യമല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ? ഓമന ഇവിടെ ഉണ്ടോ? ഇതിപ്പോ ആരാ ഓമന എന്നല്ലേ, ഞാൻ തന്നെയാണോ? ഇതെന്താ വിഷയം എന്ന് വെച്ചാൽ അവരുടെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്. അപ്പോ എന്നിൽ ഇന്നിൽ ജീവിക്കുക എന്ന ഭാവിയെക്കുറിച്ച് ആസൂത്രണം ചെയ്യുകയോ വരാനിരുന്ന കാര്യങ്ങൾ സ്വയം തയ്യാറാക്കി ചെയ്തില്ലെങ്കിൽ നാം എങ്ങനെയായിരിക്കും? ഇന്നിൽ ജീവിക്കുക എന്ന ഭാഗത്ത് ഭാവിയെക്കുറിച്ചും ആസൂത്രണം ചെയ്യുകയോ വരാനിരിക്കുന്ന കാര്യങ്ങൾക്കായി സ്വയം തയ്യാറാവുകയോ ചെയ്തില്ലെങ്കിൽ നാം എങ്ങനെയായിരിക്കും? എന്താണ് സുധാകുമാരി ഉദ്ദേശിച്ചത്? ഫുൾ ആയിട്ടില്ലല്ലോ അത്, ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാമോ? നമ്മളുടെ ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഭാവിയെ കുറിച്ചും ഭൂതകാലത്തെ കുറിച്ചും ചിന്തിക്കേണ്ട എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലാണ് എനിക്ക് ഡൗട്ട് വന്നത്. എന്നിൽ ജീവിക്കുക എന്ന ആ ഭാഗത്തില്ലേ, നമ്മുടെ ജേണി ഓഫ് ഹാപ്പിനെസ്സില് അതില് സാറ് ആ പോർഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഭൂതകാലത്തെ കുറിച്ചും ഭാവിയെ കുറിച്ചും നമ്മൾ ചിന്തിക്കണ്ട, അതിലൊരു മാറ്റം നമ്മൾക്ക് വരണമെങ്കിൽ നമ്മൾ ഭാവിയെ കുറിച്ച് ചിന്തിക്കണ്ടേ? പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 30. വണ്ടർഫുൾ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ആലോചിച്ച ചോദ്യമാണ്. യെസ്, വെരി ഗുഡ്. ഇത് നല്ലൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യം. ആരും വായിച്ചവരാർക്ക് ഈ ക്വസ്റ്റ്യൻ ഉള്ളവരാ? സാർ ഒരു സ്റ്റോറി ഇതിന്റെ സംബന്ധമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മുമ്പത്തെ ക്ലാസ് പറഞ്ഞു. ഞാൻ കേട്ടിട്ടില്ല, അതാണ് സംശയം വന്നു. ഏതാ പേജെന്നറിയില്ല, പേജ് ഞാനിപ്പോ പറയാം. ഇന്നിൽ ജീവിക്കുക, അതിന് ബാക്കിയും കൂടി. ഈ പുസ്തകം എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ലിമിറ്റേഷൻ. കാരണം മുഴുവനായിട്ടും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പെട്ടുപോയ കാര്യമാണ്. പേജ് 66. എത്ര? 66. 6.
അതിലെ ലാസ്റ്റ് പാർട്ട് ഭൂതകാലത്തെ കുറിച്ചും ഭാവിയെ ആ കുറിച്ചും ഇന്ന് ചിന്തിക്കുന്നു. ലീവ് അറ്റ് പ്രസന്റ് ഇന്ന് ജീവിക്കുക. അത് ഫുള്ള് വായിക്കണേ. വർത്തമാന നിമിഷത്തിൽ ജീവിക്കുക എന്നതിനർത്ഥം ഭൂതകാലത്തെ, ആദ്യത്തെ വാക്കന്നെ വായിക്കണേ. വർത്തമാന കാലത്തിൽ ജീവിക്കുക എന്നതിനർത്ഥം ഭൂതകാലത്തെ ഉപേക്ഷിക്കുകയോ ഭാവിക്കായി കാത്തിരിക്കാതിരിക്കുകയോ ചെയ്യുക എന്നാണ്. നിങ്ങൾ ശ്വസിക്കുന്ന ഓരോ നിമിഷവും ഒരു സമ്മാനമാണെന്ന തിരിച്ചറിവോടെ നിങ്ങളുടെ ജീവിതം നയിക്കുക. ഈ നിമിഷത്തിലായിരിക്കാനുള്ള കഴിവ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഘടകമാണ്. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഭൂതകാലത്തെയോ ഭാവിയെക്കുറിച്ച് ചിന്തിക്കരുത് എന്നല്ല. ചിലപ്പോൾ ചിന്തിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ മുൻകാല വിജയങ്ങളിലേക്കും തെറ്റുകളിലേക്ക് തിരിഞ്ഞു നോക്കുകയും അവയിൽ നിന്ന് പഠിക്കുകയും വേണം. നാം ഒരിക്കലും ഭാവിയെ കുറിച്ച് ആസൂത്രണം ചെയ്യുകയോ വരാനിരിക്കുന്ന കാര്യങ്ങൾക്കായി സ്വയം തയ്യാറാവുകയോ ചെയ്തില്ലെങ്കിൽ നാം എവിടെ ഇരിക്കും? അതില്ലാതെ പറ്റില്ല. നോക്കൂ, ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തെ കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തിക്കുന്നത് ആരോഗ്യകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ വേണ്ടത്ര ചിന്തിക്കാത്തത് ശരിയായ കാര്യമല്ല. മറിച്ച് ഭൂതകാലത്തെയോ വർത്തമാനകാലത്തെയോ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളെ സന്തുലിതമാക്കുക എന്നതാണ് മനസ്സിന്റെ ലക്ഷ്യങ്ങളിലൊന്നും ആരോഗ്യകരമായ ജീവിതം നയിക്കാനുള്ള പ്രധാന ഘടകം. സംഭവം ഒന്നുകൂടി വിശദമാക്കി പറയാം. അതെ, ആ വിശദീകരണമാണ് എനിക്ക്. ശരി, ഇവിടെ തന്നെ നിന്നോ. നിങ്ങൾ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാം. ഞാൻ പറയണോ? ആശ പറയണോ? ഓക്കെ, പേജ് നമ്പർ 138 ഒന്ന് എടുക്കുക. സാറ് തന്നെ കൃത്യമായിട്ട് പറയുന്നതല്ലേ? അതെ. പോപ്പ് രാജാവ് ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ കണ്ണാടിയിലെ മനുഷ്യരിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ഉപദേശം ഫലപ്രദമാണ്. നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതിൽ ഏർപ്പെടുമ്പോഴെല്ലാം നിങ്ങൾ സ്വയം പ്രതിഫലിക്കേണ്ടതുണ്ട്. അതിനർത്ഥം നിങ്ങൾ സ്വയം പരിശോധിക്കണം എന്നാണ്. നിങ്ങളുടെ എല്ലാ ശക്തികൾക്കും കുറവുകൾക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന മാനദണ്ഡങ്ങളിലെല്ലാം നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വയം വിമർശനാത്മകമായി ഇടപെടേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ യജമാനനായിരിക്കണം. നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വവും വ്യക്തമായി കാണുകയും ആ അടിത്തറയിലേക്ക് ആഴത്തിൽ ഇറങ്ങുകയും വേണം. സ്വയം ചോദിക്കുക, നിങ്ങൾ ഇപ്പോൾ ആരാണ്? നിങ്ങളുടെ ശക്തി എന്താണ്? നിങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണ്? കണ്ണാടിയിൽ കാണുന്നവന് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഉണ്ടെങ്കിൽ എത്ര? അവിടെ നിൽക്കട്ടെ. ഒന്നുകൂടി അടിവരയിട്ട് പറയാം. നിങ്ങൾ നിങ്ങളുടെ യജമാനനായിരിക്കണം. ഓക്കെ, ഇനി പഴയതിലേക്ക് തിരിച്ചു പോവാം. ഇപ്പോൾ പഴയതിലെ ചിന്തകളിൽ പെട്ട് നിൽക്കുന്ന നിങ്ങളുടെ യജമാനൻ ആരാണ്? പഴയ ചിന്തയിൽ ഞാൻ പോകുന്നില്ല. ഞാൻ ചർച്ചയിലേക്ക് പോവാം. നിങ്ങൾ പോകുന്നല്ലേ, നമ്മൾ അതേ പോയിന്റിലേക്ക് വരാം. നമ്മൾ ലീവ് അറ്റ് പ്രസന്റ് ഇല്ലെങ്കിൽ പഴയ ഏത് ചിന്തകളായിരിക്കും നിങ്ങൾ കൊണ്ട് നടക്കുന്നത്? പാസ്റ്റിൽ എന്താണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത്? പാസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. പാസ്റ്റിൽ എന്താണ് ക്യാരി ചെയ്തു പോകുന്നത്? മോശം അനുഭവങ്ങൾ അല്ലെ? മോശമായിട്ട് വന്നത്. മോശമായിട്ട് വന്ന അതെ, മോശമായതല്ലേ പിടിച്ചു വെക്കുള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കും. ഇനി ഭാവിയെ പറ്റി നിങ്ങൾ എന്തായിരിക്കും അപ്പൊ ചിന്തിക്കുന്നത്? നല്ലതാവാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ചിന്തിക്കില്ല. ആകുലത. ഇവിടെയാണ് ബ്രെയിനിന്റെ പ്രത്യേകത. നിങ്ങൾ പഴയതിന്റെ നല്ലതാണ് ചിന്തിക്കുന്നതെങ്കിൽ ഭാവിയെ പറ്റി നല്ലതേ ചിന്തിക്കുള്ളൂ. പഴയ നിങ്ങൾ വ്യാകുലതകളാണെങ്കിൽ വ്യാകുലതകളെ ബാക്കി ചിന്തിക്കുള്ളൂ. അപ്പോഴാണ് പ്രത്യേകത വരുന്നത്. ഇത് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഏക മാർഗം ഇപ്പോൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നതിലിരിക്കുമ്പോൾ ഭാവിയും നല്ലതായിരിക്കും, പഴയതും നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ എന്റെ ക്ലാസ്സിൽ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിവ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്നവരുണ്ട്, ഇതൊന്നും കേൾക്കാത്തവർ എത്ര പേരുണ്ടെന്ന് അറിയോ എനിക്ക് ഇവിടെ? ഞാൻ ഈ പറയുന്നത് ഒന്നും കേൾക്കാതെ എത്ര പേര് ഇപ്പൊ ഈ 80 ആൾക്കാരിൽ ഇവിടെ ഇരിപ്പുണ്ടെന്ന് അറിയോ? ഒന്നുമില്ല. അവരിപ്പോഴും കിടക്കുന്നത് പണ്ട് സംഭവിച്ച കാര്യങ്ങളും പഴയ കാര്യങ്ങളും തന്നെ കിടക്കട്ടെ.
അപ്പോൾ അവർക്ക് നാളത്തേക്ക് നല്ലത് ചിന്തിക്കാൻ പറ്റുമോ? 0%, നോട്ട് പോസിബിൾ. ഇതാണ് ലീവ് അറ്റ് പ്രസന്റിനെ പറ്റി. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ, നിങ്ങൾ നിലവിലുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ പഴയ അത് അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാല്, നിലവിലുള്ള സാധനങ്ങൾ നമ്മൾ സംഭവിക്കും. ഇപ്പൊ കണ്ണാടി പോയി നിൽക്കുകയാണെന്ന് ഇരിക്കുക, പഴയതിനെ പറ്റി ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരാൾ കണ്ണാടി പോയി നോക്കിയാൽ എന്തായാലും കാണുക? അല്ല, അയാൾ കാണുന്ന ഈ പ്രതിബിംബം നല്ലതായിരിക്കോ നികൃഷ്ടനായ ഒരാളായിരിക്കും? മോശമുള്ള ഒരാളായിരിക്കും. അതുപോലെ അയാൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോ അവിടെ അവന് അതേ ചോദ്യം അവൻ അവിടെ പോയി ചോദിക്കുക, സ്വയം ചോദിക്കുക, ഇപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും അവിടെ? നിന്നെ പോലൊരു സാധനം ലോകത്തില്ല, നീ നശിച്ചു പോയൊരു സാധനമാണെന്ന് പറയും അല്ലേ? സ്വാഭാവികം പറയും. പിന്നെ അവന്റെ ലൈഫ് എന്താ സംഭവിക്കുക? അപ്പോ ഈ നിമിഷത്തിൽ ഇരുന്നിട്ട് ഇവിടെ ഉള്ളത് സംഭവത്തെ നിങ്ങൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ പഴയതും മാറും, പുതിയതും മാറും. ഇത് മാറാതെടുത്തോളം കാലം നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി എന്ത് ആസൂത്രണം ചെയ്തിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. കാരണം ഇപ്പോൾ ഉള്ളത് അനുഭവിക്കാൻ പറ്റാത്തവന് ഇന്നലെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, നാളെ അനുഭവിക്കാൻ പറ്റില്ല. നോക്കൂ, ചിലപ്പോ നിങ്ങളുടെ ആസൂത്രണത്തിന്റെ കഴിവ് കൊണ്ടും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും നല്ലത് സംഭവിക്കാം നാളെ ജീവിതത്തിൽ, ഒരുപാട് കാശ് വരാം, ഒക്കെ വരും. പക്ഷെ ഇത് അനുഭവിക്കണ്ടേ? അതെപ്പോഴാ അനുഭവിക്കുന്നേ? ഈ നിമിഷത്തിലല്ലേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതായത് 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് സംഭവിക്കേണ്ട ഒരു കാര്യത്തെ 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് സംഭവിക്കേണ്ട കാര്യത്തെ നമ്മളെല്ലാം പ്ലാൻ ചെയ്തു, അന്നേക്ക് നമ്മൾ ഇൻഷുറൻസ് ഒക്കെ റെഡിയാക്കി, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ആയി 1 കോടിയൊക്കെ ആയി, 10 വർഷം കഴിയുമ്പോൾ 1 കോടി നമുക്ക് വന്നു. പക്ഷെ 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ പിന്നെയും പരാതിയാണ്. അയ്യോ ഇല്ല, വന്നില്ല, പോയില്ല, അയ്യോ കിട്ടിയില്ല, തേഞ്ഞ്. ഇനി അപ്പോൾ ഈ 1 കോടി കിട്ടിയിട്ടും ഇതേ തന്നെ അവസ്ഥയല്ലേ ഉള്ളൂ, മാറ്റൂല്ലല്ലോ. ഈ ലീവ് അറ്റ് പ്രസന്റ് എന്ന് പറയും ഇന്നല്ല, എന്നാണോ ഉള്ളത് അന്നത്തെ അവസ്ഥയാണ്. അപ്പോൾ അന്നുള്ളതിനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഫ്യൂച്ചറും പാസ്റ്റും ഫ്യൂച്ചറും ഉള്ളൂ, അല്ലാത്തവനില്ല. ക്ലിയർ ആയോ? ഏകദേശം ക്ലിയർ ആയോ എല്ലാവർക്കും? ഇന്ന് ജീവിക്കാൻ, ഇപ്പോൾ ജീവിക്കാന്നല്ല, എപ്പോഴാണോ അപ്പോഴത്തെ അവസ്ഥയാണ്. എപ്പോൾ നമുക്ക് അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിറവുണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും നമുക്ക് നിറവുകളുണ്ട്. നിറവുകൾ എന്നും ഉണ്ട്, നമ്മൾക്കിത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഫ്യൂച്ചറിൽ ഉണ്ടായാലും അറിയില്ലല്ലോ. ഒരു ഉദാഹരണം പറയാം, എളുപ്പത്തിൽ മറ്റൊരു ഉദാഹരണം പറയാം. സുധാകുമാരിയമ്മ, നിങ്ങൾ ഒരു കാറ് മേടിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് കാറില്ല. അപ്പൊ നിങ്ങൾ പറയൂ, കാറില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്, കാറില്ലാത്തതുകൊണ്ട് വിഷമമാണ്, എനിക്ക് കാർ വാങ്ങിക്കണം അല്ലേ? നമ്മൾ ആഗ്രഹിച്ചു, നമ്മളൊരു കാറ് വാങ്ങിച്ചു. അപ്പോഴും നമ്മൾ കാറ് വാങ്ങിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ്, കാറിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ച് കാറ് നമുക്ക് നേടി, ആഹാ ഞാൻ കിട്ടിയല്ലോ, സന്തോഷമായി. ആ നിമിഷത്തിൽ നമ്മൾ സന്തോഷമായി എന്ന്, ആ അവസ്ഥയാണ് ഇന്നിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഇനി ആ കാറ് വാങ്ങിച്ചപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഞാൻ വിചാരിച്ച കാറല്ല, എനിക്ക് ഇതിനേക്കാൾ വലുത് വാങ്ങിക്കാൻ. അതായത് നിങ്ങൾ 10 ലക്ഷം, അതായത് 25 ലക്ഷത്തിന് കാറ് മേടിക്കാൻ വിചാരിച്ചു, 25 ലക്ഷത്തിന് കാറ് മേടിച്ചു. മേടിക്കാൻ പോകുമ്പോഴേക്ക് തൊട്ടടുത്ത് നിങ്ങൾ അയൽവാസിയോ മറ്റോനോ ഒരു 50 ലക്ഷത്തിന് ബെൻസ് മേടിച്ചപ്പോ നിങ്ങൾക്ക് ഈ 25 ലക്ഷത്തിന്റെ കാർ അതേ നിമിഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയോ? അങ്ങനെ ചിന്തിക്കാറില്ല. നിങ്ങളല്ല ഞാൻ പറഞ്ഞു, നിങ്ങളല്ല, കോമൺ ആയിട്ട് പറഞ്ഞു, പോയില്ലേ? അപ്പൊ ആദ്യത്തെ നിമിഷം പറഞ്ഞ കാറിൽ കാല് വെക്കുമ്പോ തന്നെ തോന്നുന്നുണ്ട്, എനിക്ക് ഇതല്ലായിരുന്നു, 50 ലക്ഷത്തിന്റെ ആയിരുന്നു എനിക്ക് വാങ്ങിക്കേണ്ടത്, കുറച്ചും കൂടി ഞാൻ വിചാരിച്ചത് 50 ലക്ഷത്തിന് വാങ്ങിക്കാൻ പറ്റുന്നു. പിന്നെ അവൻ ഈ കാറിന് 25 ലക്ഷത്തിന് കാറിൽ പോയാൽ എന്തെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. ഇതാണ് സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷനാണ് ഇന്നലെ ജീവിക്കുക എന്ന് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? താങ്ക് യു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ആവശ്യം കേട്ടോ. നിങ്ങൾ വായിക്കുന്ന ഓരോ വരികൾക്കിടയിലും മനസ്സിലാക്കി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സുമാ ഷാജി സാമ്പാർ വെക്കാനുള്ള പരിപാടി അല്ലേ സാറേ? നമ്മുടെ ഗോൾഡൻ ടെക്നിക്കിലെ സാറേ, ഗോൾഡൻ ടെക്നിക്കിലെ അസൈൻമെന്റ് കിട്ടുന്നില്ല. ഗോൾഡൻ ടെക്നിക്കിലെ അസൈൻമെന്റ് എനിക്ക് റീഡ് ആവുന്നില്ല. ചെയ്തിട്ടില്ല, ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കുറെ ഭാഗങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ല, അത് ഒരുപാട് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ പറയാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവും. ആ ജേർണി ടാബ്ലറ്റ്സിൽ ഇനിയും കുറെ അപ്ഡേറ്റ് ചെയ്യാൻ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാട്ടോ.
പിന്നെ ഇങ്ങനെ പോകരുത്, സമയം കൂടി കണക്ട് ചെയ്യുന്നത് കിട്ടും. അല്ല, ഞാനപ്പോ രാധികയോട് ചോദിച്ചിരുന്നു, രാധിക അത് കിട്ടുന്നില്ലല്ലോ. അപ്പൊ രാധിക പറയാം നമുക്ക് ഈ ക്ലാസ്സിൽ ഇന്ന് സാറിനോട് തന്നെ ചോദിക്കാം. അല്ല, അതൊന്നും അവർക്ക് അഡ്മിന്മാർക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ ഇന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ബാക്കി പരിപാടിയിൽ പോണ്ടേ? ഇഡ്ഡലി ദോശകളൊക്കെ കഴിക്കണം തോന്നുന്നു. ഇതൊക്കെ കഴിക്കണ്ടേ? ഇവിടെ നിന്ന് സംസാരിച്ചാൽ മാത്രം മതിയാ? എന്ത് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സാറേ, ആ ഒരു മാഡം പ്രശ്നം എന്ന് പറഞ്ഞപ്പം അതിന് പകരം സാർ ഒരു വേർഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പറയാനായി, വിഷയം. അതൊന്നും പറയണോന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി എല്ലാവരും വിഷയം എന്ന് മാത്രമേ ഉപയോഗിക്കാവൂ. ഞാൻ എപ്പോഴും പറയുമ്പോൾ വിഷയം തന്നെ പറയും. ചിലപ്പോ എനിക്കും വരും കേട്ടോ, ബോധപൂർവ്വം ഞാനത് മാറ്റും. വരുന്ന എല്ലാവരും ബോധപൂർവ്വം മാറ്റുക. സാറേ, ഞാൻ പറഞ്ഞോട്ടെ? ഇന്നലെ പറയാൻ പറ്റിയില്ല എനിക്ക്. ഇന്ന് പറഞ്ഞോ. പറയാലോ. പറ്റിട്ടാ ഞാൻ പറയട്ടെ. സാറേ, അത് നമസ്കാരം സാറേ. അത് ഞാന് ചക്ര മെഡിറ്റേഷൻ ഞാൻ വേറൊരു സാറിന്റെ കയ്യിൽ കഴിഞ്ഞ മാസം, ഞാനപ്പോ സാറിന്റെ ക്ലാസ് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു ചക്ര മെഡിറ്റേഷൻ. പക്ഷെ അത് ചെയ്തിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എനിക്ക്. പക്ഷെ അതിനുശേഷമാണ് സാറിന്റെ ക്ലാസ് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് മറ്റേ മെഡിറ്റേഷൻ ഉണ്ടല്ലോ, 2020, ആ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റുള്ള ക്ലാസ്സിലേക്ക് വരാന്നുള്ളതിലാണ്. ഞാൻ ലോ അട്രാക്ഷനിൽ ചെയ്തായിരുന്നു. വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു സാറേ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മതിയല്ല എന്നാണ് എൻ്റെ. അതായത് 2020 കഴിഞ്ഞിട്ട് മറ്റുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ മതിയല്ല. 2020 ഇത് കണക്ട് ചെയ്യണ്ട. 2020 മെഡിറ്റേഷൻ ഒരു സ്പെഷ്യൽ സംഭവമാണ്. അത് നിങ്ങൾ ക്ലാസ്സുമായിട്ടൊന്നും അങ്ങനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തൊരു മെഡിറ്റേഷൻ ആണ്. പ്രത്യേകിച്ച് 2020 ഞാൻ നിങ്ങളോട് ഇതുവരെ ആരും പറയാത്ത പറയാം. 2020 ഞാൻ പ്രിപ്പയർ ചെയ്യാനുള്ള പ്രധാന കാരണം ധനാകർഷണ ഒരു സിസ്റ്റമാണ്. മണി അല്ലെങ്കിൽ അബൻഡൻസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ദേവി പ്രാർത്ഥന പോലെ ഉണ്ടാക്കിയ സാധനമാണ് 2020 മെഡിറ്റേഷൻ. അപ്പൊ ഡയറക്റ്റ് ആ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടതിനെ നമ്മൾ ആദ്യം എഴുതും, അതിന് വിഷ്വലൈസ് ചെയ്യും, എന്നിട്ട് അത് ദൈവികത കോൺസെപ്റ്റ്. അതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. സിമ്പിൾ ആയിട്ട് അതും ഇതുമായിട്ട് അത്രയും കണക്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ എപ്പോഴെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ആവശ്യമാണ്. പക്ഷെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ ജേണി ടു ഹാപ്പിനെസ്. അത് ഇപ്പൊ ചർച്ച ചെയ്ത് ഇത് മനസ്സിലാക്കിയാൽ ഈ എനർജി മാറുന്നതും അല്ലെങ്കിൽ മാലിന്യങ്ങളും ഇതൊക്കെ കടത്തി കൊണ്ടുപോകണമെങ്കിൽ ജേണി ടു ഹാപ്പിനെസ്. നിങ്ങൾ എല്ലാവരോടും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒറ്റ കാര്യമാണ്, നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും ശരി, ജേണി ടു ഹാപ്പിനെസ് നിങ്ങൾ എടുക്കാതെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ഈ പുസ്തകം. അത് അത്രയും അടിസ്ഥാനപരമായിട്ട് അതിനകത്ത് എഴുതി. അതിൽ നിങ്ങൾ മാക്സിമം ഡിഗ് ചെയ്താൽ മാത്രം മതി. ഞാൻ സത്യം ഒരു കാര്യം കൂടി പറയാം നിങ്ങളോട്. ഞാൻ ആകെ ബേസ് ചെയ്ത് ഇത്രയും വർഷം റിസർച്ച് ചെയ്തും പഠിച്ചതും ഒക്കെ ഈ മൈൻഡിന്റെ കാര്യങ്ങളും വേണ്ടി മാത്രമാണ്. അതിനുശേഷമാണ് ഓട്ടോമാറ്റിക്കലി ഞാൻ മെഡിറ്റേഷനും ഓട്ടോമാറ്റിക്കലി ഞാൻ എല്ലാത്തിലേക്കും എത്തിയത് ഇത് പഠിച്ചതിൽ മകൻ. കാരണം മനസ്സിനെ ക്ലിയർ ആയിട്ട് പഠിച്ചു വരുമ്പോൾ മാത്രമേ മറ്റെല്ലാം നമുക്ക് മാറ്റുള്ളൂ. മറ്റെല്ലാം നമുക്ക് കിട്ടില്ലെന്നല്ല, കിട്ടും. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ കിട്ടും. അത് കൃത്യമായ രീതിയിലായിരിക്കില്ല, ഒരു ചില സമയത്ത് സംഭവിച്ചു പോകുന്നതേ ഉള്ളൂ. അപ്പൊ ജേണി ടു ഹാപ്പിനെസ് നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടത് ജേണി ടു ഹാപ്പിനെസ് ആണ്. അത് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് വേണം ചെയ്തു, മെഡിറ്റേഷനോ നോൺ മെഡിറ്റേഷൻ, അതിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ജേണി ടു ഹാപ്പിനെസ് 5,999. അതൊറ്റ ഫീസ്. അന്നും ഇന്നും ഒരേ ഫീസാണ്, ഒരു മാറ്റവും വരുത്തില്ല, കൂട്ടുമില്ല. അത് കുറഞ്ഞു. ഇപ്രാവശ്യം ഞാനിത് കുറച്ചു, നിങ്ങൾക്ക് കുറച്ചിട്ട് അതിന്റെ കൂടെ ഈ 10 മിറാക്കിൾ ഡേയ്സും ലോ ഓഫ് അട്രാക്ഷന്റെ സിസും രണ്ടും ഫ്രീ ആയിട്ട് തരുന്നു. അപ്പൊ ഒറ്റ കോഴ്സ് എടുത്താൽ എല്ലാ കാര്യമായി കഴിഞ്ഞു. പിന്നെ മെഡിറ്റേഷൻ മാത്രം നിങ്ങൾ വേറെ ചെയ്താൽ മതി. ബാക്കി എല്ലാം ഞാൻ അതിന്റെ കൂടെ ക്ലബ് ചെയ്ത് ഇപ്രാവശ്യം കൊടുത്തു. എന്നുവെച്ചാല് പിന്നെ വേറെ ക്ലാസ്സിലേക്ക് പോകണ്ടെന്ന് എഴുതിയിട്ട്, വേറെ ക്ലാസ് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല എന്നല്ല, ക്ലാസ് പോകണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം എന്റെ കോഴ്സുകൾ വിറ്റാലേ എനിക്ക് എന്റെ ധനം കൂടുള്ളൂ, അതുകൊണ്ട് പോകണ്ടെന്ന് പറയില്ല. പക്ഷെ ഫണ്ടമെന്റൽ ഈ ഒരു ക്ലാസ് നിങ്ങൾ എടുത്താൽ എല്ലാമായി അവിടെ ഓൾമോസ്റ്റ് ആയി. അതിന് ശരിക്കും അതിൽ നിങ്ങളൊന്നും ഡിഗ് ചെയ്യുക, അതിൽ പഠിച്ചുകൊണ്ടേയിരിക്കുക. അത് നെവർ എൻഡിങ് ആണ് സാറേ. അതേപോലെ നമ്മുടെ 20 മെഡിറ്റേഷന്റെ ആ മെഡിറ്റേഷന്റെ 3 പാർട്സ് ഇല്ലേ, അത് ആ 3 പാർട്സ് ആ മെഡിറ്റേഷൻ മാത്രമായിട്ട് നമുക്ക് കിട്ടും. നമ്മളുടെ 20യുടെ ആ മെഡിറ്റേഷൻ മാത്രം
2020യും 7 Days മിറാക്കിൾസിന്റെയും നമ്മൾ ഇത് മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ക്ലാസ് ഈ മാസം ലാസ്റ്റ് മുതൽ നമ്മൾ തുടങ്ങും. അതായത് 15-20 മിനിറ്റ് മെഡിറ്റേഷൻ മാത്രം. ഇപ്പൊ 1 മണിക്കൂർ ക്ലാസ് അല്ലേ, അതെ അതെ അതായിട്ട് മാത്രമായിട്ട് അത് മാത്രമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അതിന്റെ സെഷൻസ് എല്ലാ ദിവസവും രാത്രി 10 മണി തൊട്ട് 10:30 മണി വരെ, അല്ലെങ്കിൽ 10:30 മണി തൊട്ട് 11 മണി വരെ എല്ലാ ദിവസവും നിങ്ങൾ കിടന്നിട്ട് ചെയ്താൽ മതി. ഇത് വെക്കുക, ഇയർഫോൺ വെച്ചാൽ കിടന്നോളാം. അതിന്റെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നു. ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സാറിന്റെ ലെങ്ത് സംഭാഷണവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അതിന്റെ കൂടെ പോകുമ്പോഴേ ഇത് ബ്രേക്ക് ചെയ്യും. ഇത് തരണമെന്ന് ആഗ്രഹമുണ്ട്, അത് മാത്രമായിട്ട്. അത് ഉണ്ടല്ലോ, ആപ്പിലുണ്ടല്ലോ. ആപ്പിലത് ഫുള്ളായിട്ട് സാറേ അല്ലല്ല, മാത്രമായിട്ടുണ്ട്. അല്ല, ഞാൻ നോക്കിയിരുന്നു, ഇന്നലെ നോക്കിയത്. ഇത് ഫുള്ളായിട്ട് വന്നതിലും സാറിന്റെ വോയിസോട് കൂടി തന്നെയാണ് വന്നത്. സാറ് ശബ്ദം കേൾക്കുന്നില്ലേ, അതേ അതെല്ലാം പറയും. അത് മാത്രമായിട്ട് ഒരു ക്ലാസ് വെക്കാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. സാറേ എനിക്കൊരു ആഗ്രഹം സാറേ പറയട്ടെ. എനിക്കൊരു മകൻ മരിച്ചു പോയതാണ്. ചെറുപ്പത്തിലെ 10 വയസ്സുള്ളപ്പോ മരിച്ചതാണ്. ഇപ്പൊ അവനുണ്ടെങ്കിൽ 31 വയസ്സ്. അപ്പൊ അവന്റെ പേരിൽ എനിക്കൊരു ട്രസ്റ്റ് തുടങ്ങണമെന്നും അതേ പ്രായത്തിലെ കുറെ കുട്ടികളെ സഹായിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളുണ്ട് സാറേ. എല്ലാം അടുത്ത് വരും, പക്ഷെ അങ്ങോട്ട് തെറിച്ചു പോകും. എനിക്കതിന് സാറിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കുമെന്ന് ഇപ്പൊ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. ഒരുപാട് പേര് എനിക്ക് പിന്നിൽ സഹായിക്കാന്നുള്ള ഒരു ഇതിൽ വന്നു നിൽപ്പുണ്ട്. പക്ഷെ ഇങ്ങോട്ട് അവരുടെ കാര്യങ്ങൾ റെഡിയായാൽ എനിക്ക് ഓക്കെയാണ്, ഉറപ്പായിട്ടും കിട്ടും. ഞാനൊരു ജ്യോതിഷിയും കൂടിയാണ് സാറേ, ഞാൻ പറയാതിരുന്നു. അപ്പൊ ഒരുപാട് പേരുടെ സുഖങ്ങൾ എനിക്ക് മാറ്റി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ദൈവം അനുഗ്രഹിച്ചിട്ട്. പക്ഷെ എന്റെ പ്രശ്നത്തിന് ഇതേപോലെ സാറിനെ പോലെ ഒരാള് പിന്നിൽ പറഞ്ഞു തരാൻ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാനൊരു 10-18 വർഷമായി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇന്ന് വരെ നമ്മൾ ഏത് രീതിയിൽ പോകണം, എങ്ങനെയാണ്, ഞാനെന്നാ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ ആരും നിങ്ങൾ ജ്യോതിഷം അല്ലാതെ എന്തൊക്കെ ചെയ്യുന്നു വേറെ? ഞാൻ ഞാനങ്ങ് പറഞ്ഞു തരട്ടെ. എന്തുകൊണ്ടെന്നറിയോ? ഒരു കാര്യം നിങ്ങൾ ജ്യോതിഷം ആയതുകൊണ്ട് തന്നെ പറയാണ്. എവിടെയാണ് മാമിന് സംഭവിക്കുന്നതെന്ന് പറയട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പോകുന്നില്ല, ബാക്കി പറയട്ടെ. കാരണം ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ റഫീഖിന് മുഖത്ത് നോക്കി കഴിഞ്ഞാൽ റഫീഖിന്റെ എല്ലാ ഭാവങ്ങളും എല്ലാ ചിന്തകളും ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പറയാം. ഇത് പോസിബിളാണ്, മനുഷ്യനെ സംബന്ധിച്ച് പോസിബിളാണ്. പക്ഷെ അത് നമുക്ക് പബ്ലിക്കിൽ പോയിട്ട് നീ ഇങ്ങനെയല്ല ചിന്തിച്ചത് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. പിന്നെ അതൊരു ശരിയായ രീതിയല്ലല്ലോ. ഒറ്റ കാര്യം പറയാം, നിങ്ങളൊന്ന് 1 to 1 ഇരിക്കുക. നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ഞാൻ അലൈൻമെന്റ് ചെയ്തു തരാം. 1 to 1 ഇരിക്കുക, നേരിട്ട് നമുക്കൊന്ന് ഇരിക്കാം. സാറേ, ഞാൻ അതിനുള്ള നോക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ മാഡത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാറിന് എനിക്ക് നേരിട്ട് ഇങ്ങനെ സംസാരിക്കണം പറഞ്ഞു. ഞങ്ങൾക്കൊരു സമയമൊന്നും കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ വരും സാറിന്. നിങ്ങളെ ജാതകം ഞാൻ നോക്കിത്തരാം. അല്ല, ജ്യോതിഷന്മാരുടെ വേറെ ആൾക്കായിട്ട് നോക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ. അതുകൊണ്ട് ജാതകം ഞാൻ പറഞ്ഞത് ഒന്നുമില്ല. ചിലപ്പോ നിയോഗപ്രകാരം എന്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും അത് സാറിനെ എനിക്ക് കണക്ട് ചെയ്ത് ദൈവം തന്നത്. അത് യാതൊരു സംശയമില്ല സാറേ. ഞാൻ ഒരുപാട് നാളായി ഇതേപോലെയുള്ള ഒരാളെ എനിക്ക് എന്റെ സങ്കല്പമായിരുന്നു. ആ സങ്കല്പത്തിനനുസരിച്ച് ഞാൻ കുറെ ക്ലാസ്സുകൾ യൂട്യൂബിലും ഇതൊക്കെ കയറിയതിന് ശേഷമാണ് ഞാനിപ്പോ സാറിനോട് സംസാരിക്കാനായത്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ബാബേനെ വിശ്വസിക്കുന്നതും ഗുരുദേവനിൽ വിശ്വസിക്കുന്നതും ബുദ്ധയിലും വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഞാനിങ്ങനെ എന്നും പറയും, മെഡിറ്റേഷൻ ഞാൻ പറയും, എനിക്ക് ഇങ്ങനെയുള്ള ഒരാളെ കണക്ട് ചെയ്ത് ചെന്നാലേ എനിക്ക് ജനനന്മയ്ക്കായിട്ട് എന്റെ മോനെ പോലുള്ള ഒരുപാട് വ്യക്തികൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു സാറിനെ, ഒരു ഗുരുവിനെ എനിക്ക് കണ്ടെത്തി തന്നോന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ എന്നെ കാണിച്ചു തരാനേ പറ്റുള്ളൂ. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട് വന്നത് ദൈവം സാക്ഷിയായിട്ട് സാറാണ്. എനിക്ക് ആ സാറിന്റെ അനുഗ്രഹവും ഗുരുത്തുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കണം ആ തലത്തിലെത്താൻ കഴിയും. അത് സാറ് തന്നെ എനിക്ക് എന്നെ അനുഗ്രഹിക്കണം. ഞാൻ അതിനാണ് ഈ ക്ലാസ്സിൽ 2 ദിവസമായാലും സാറിനോട് എനിക്ക് സംസാരിക്കുന്ന അവസരം കിട്ടിയേക്കണതും അതിന്റെ ഒരു മാനസികാവസ്ഥയിലേക്കും വന്നേക്കുന്നത്. അപ്പൊ ഞാൻ വരാം. ഞാൻ എനിക്ക് അതിനോട് സാഹചര്യം നേരിട്ട് സംസാരിക്കാം കേട്ടോ സാർ. പുട്ടവർത്തി പോയിട്ടുണ്ടോ?
കുറ്റകൃത്യത്തിലേക്ക് പോകാൻ അങ്ങനെ എത്തിയിട്ടില്ല. അത് ഒരു കാര്യമുണ്ട് സാറേ. ഞാൻ ഒരു ദിവസം സാറിന്റെ മെഡിറ്റേഷനും ചെയ്ത് സാറിനെ പരിചയപ്പെടണൊക്കെ പറഞ്ഞു. സാറിന്റെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് അല്ലാതെയുള്ള ഒരു മെഡിറ്റേഷനും കൂടി, ചക്ര മെഡിറ്റേഷനില്ല, ഒരു മെഡിറ്റേഷനും കൂടി കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ബാബ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് എന്റെ സങ്കല്പം. ശരിക്കും എന്റെ മനസ്സിൽ കണ്ട ഒരു മോനും ആ കൂട്ടത്തിൽ കൊടുക്കണം. അപ്പൊ മോന്റെ രൂപം എന്ന് പറഞ്ഞാൽ മോൻ ഇരുന്നേച്ചത് ബുദ്ധയുടെ പോലെ തന്നെയാണ്. ശരിക്കും ബുദ്ധിമാന്യുള്ള മോനായിരുന്നു. 8 വയസ്സ്, അവന് 10 വയസ്സോളം മരിച്ചു പോയി. അപ്പൊ അവൻ ഇന്നിപ്പോ ഉണ്ടെങ്കിൽ 32ാമത്തെ വയസ്സിന്റെ അതേ രൂപത്തിൽ എന്റെ മുമ്പിൽ ബാബയുടെ ഒപ്പം വന്നു. അതിനുശേഷമാണ് എനിക്ക് സാറിനെ കാണുമെന്നുള്ള കൂടുതലുള്ള ഒരു ഇത് തോന്നി ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. അങ്ങനെ അതിനുശേഷം വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്ന് എനിക്ക് പോകാനുള്ള സാഹചര്യം തോന്നില്ല. കാരണം അതിന് പറ്റിയ ആൾക്കാരെ കൂടി പോകണമല്ലോ. അപ്പൊ അതിന് പറ്റിയ ആൾക്കാരോട് മദ്രാസിലാണ്, അവരോട് ഒന്നിച്ച് പോകാന്ന് ഓർത്തിരിക്കണം. ഇനി പോയിട്ട് അവിടെ ആളില്ലല്ലോ, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അല്ലെ? ഇല്ല, കണ്ടിട്ടില്ല. രാജീവേട്ടനുണ്ടോ ഇവിടെ? ഇല്ലല്ലോ. ലൈല മാം, ഞാൻ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇല്ലല്ലോ അല്ലെ, ഒളിച്ചോടി പോയതാണ് പുട്ടവർത്തിക്ക്. ഫസ്റ്റ് 10ാം ക്ലാസ് പഠിക്കും സാർ. എനിക്കറിയില്ല എന്തിനാ പോയി. ആ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഇവിടെ. രാജീവേട്ടൻ ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അല്ല, ഞങ്ങള് ഇവിടെ കണ്ണൂരിന്ന് നമ്മുടെ ലൈല മാം രാജീവേട്ടനുണ്ട്. അവർക്ക് ഇതിന്റെ അനുഭവം ശരിക്കും അറിയാം. എങ്ങനെയാണ് ഭഗവാൻ എന്റെ അടുത്ത് അവരെത്തിച്ചതെന്നും അതിനുശേഷം അതൊക്കെ ആ കാലിക്കറ്റ് പ്രോഗ്രാമിൽ അവർ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ വിഷയം, ഫസ്റ്റ് തുടങ്ങിയ അതേ വിഷയത്തിൽ നമുക്ക് തീർക്കാം കേട്ടോ. അവിടെ തന്നെ എന്ത് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ സംസാരിച്ച വിഷയത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ലോകത്തുണ്ട്. സാറേ, എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ടേ. തീർത്തോട്ടെ, കൺക്ലൂഡ് ചെയ്യട്ടെ ഈ സാധനം. ഓക്കെ. സുമാൻ ഷാജി, നിങ്ങൾ അതായത് ഇത്തരം കാര്യങ്ങളെ സമയത്ത് മാത്രമേ കണക്ട് ആയി കിട്ടുള്ളൂ. എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. ഇന്നലെ ഞാൻ അവരോട് തന്നെ പറഞ്ഞിരുന്നു, 47 വയസ്സിന് ശേഷം മാറ്റം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല, നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് എനിക്ക് കണക്ട് ചെയ്ത് എന്റെ അടുത്ത്, ഞാനൊരു നോർമൽ മനുഷ്യനാണ്, പക്ഷെ ചിലപ്പോ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക്, അതായത് നമ്മൾ ഇത്രയേ ഉള്ളൂ, ഒറ്റ എളുപ്പത്തിൽ പറഞ്ഞുതരാം. കേരള ലോട്ടറി എന്നോ റെക്കോർഡ് ചെയ്ത ഒരു ശബ്ദമാണ് നാളെയാണ് 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 അല്ലെ? എനിക്ക് അത് വേണമെങ്കിൽ നാളെയാണ്, അതുകൊണ്ട് മാറ്റിവെക്കാം. എനിക്കത് എടുക്കുമ്പോൾ അയ്യോ നാളെയല്ലേ, എനിക്കിത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് നാളത്തേക്ക് എടുക്കാം. രണ്ടാമത്, നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ശ്രദ്ധിക്കാതിരിക്കാം. ഇത് മൂന്നും കേൾവിക്കാരന്റെ അവൻ അതിനെ എങ്ങനെ പ്രോസസ് ചെയ്തെടുക്കുന്നു അതിനനുസരിച്ചിരിക്കും. വാക്കൊന്ന് തന്നെയാണ് അവന്. ഇതാണ് പണ്ടോ അറിയോ നിങ്ങൾക്ക് കഥ അറിയോ? ഗണപതിയോട് പറഞ്ഞൊപ്പിച്ച കാര്യമുണ്ട്. ഓക്കെ, നമുക്ക് കല്യാണം കഴിക്കാം, നമുക്ക് നാളെ കഴിക്കാം എന്ന് പറഞ്ഞ് അതേപോലെ നമുക്ക് എങ്ങനെ വേണം സംഭവിക്കാം. ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കി. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രോസസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്യൂരിഫൈഡ് മൈൻഡ് നിങ്ങൾക്ക് നല്ല രീതിയിലാണ് ഇതെങ്കിൽ നിങ്ങളത് നല്ലതായിട്ട് മാത്രം എടുക്കും. ഈ പറഞ്ഞ കാര്യം നെഗറ്റീവ് ഉള്ള ഒരാളാണ് വെക്കുന്നത്, എന്ത് മണ്ടത്തരാണ് ഇവൻ പറയുന്നത് പറയും. സ്വാഭാവികല്ലേ? ഇത് എന്റെ കഴിവല്ല, പ്രോസസ് ചെയ്യുന്ന നിങ്ങളുടെ കഴിവാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ അംശം ഇരിക്കുന്നത് എവിടെയാണ്? നിങ്ങളിലാണ് ഇരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇവിടെ നിങ്ങൾക്ക് മാറ്റം റെഡിയായി കഴിഞ്ഞു. ഞാൻ പറയുന്നത് കൃത്യമായി, അല്ലെങ്കിൽ എന്റെ ചിന്തകളെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ കാര്യം ഇരിക്കണം. അതാണ് അവരവരുടെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത്ര ആൾക്ക് എത്ര പേർക്ക് ഇത് കേൾക്കാം, മറ്റുള്ള എത്ര പേർക്ക് അത് കൊള്ളില്ല എന്നും മനസ്സിലാക്കുക. അപ്പോഴാണ് മാറ്റം ഉണ്ടാവുക. അതാണ് പ്രധാനമായ കാര്യം, അല്ലാതെ മറ്റൊന്നുമല്ല. എന്നെക്കാളും വലിയ എനർജിയുള്ള ആൾക്ക് പോയാൽ ഞാൻ ഒന്നുമല്ല. അങ്ങനെയല്ല, പക്ഷെ എല്ലാവർക്കും ഒരേ ആൾക്കാരൊക്കെ കണക്ട് ചെയ്ത് ഭഗവാൻ തരും. അപ്പൊ ബാബ കണക്ട് ചെയ്ത് തരും എന്ന് പറഞ്ഞത് ഉറപ്പായ കാര്യമാണ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ സംഭവമാണ് അത്. സാറായിട്ട് കണക്റ്റിങ് വന്നത് എനിക്ക് കുറെ ദിവസം കൊണ്ട് ഇല്യൂഷനായിട്ട് ഇങ്ങനെ വന്നത്.
അപ്പൊ അത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴെല്ലാം സാറിന്റെ രൂപം മുന്നിൽ വരുന്നത് ഒക്കെ ഞാൻ പലപ്പോഴായിട്ട് കണ്ടതിന് ശേഷമാണ് ഞാൻ സാറിനെ കണക്ട് ചെയ്തത്. അതിനു മുമ്പ് ഞാൻ കണക്ട് ചെയ്തില്ല ഇതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഉറപ്പായിട്ടൊരു തീരുമാനമുണ്ട്, സാറിന്റെ ഒരു സപ്പോർട്ട്, ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ എത്താൻ കഴിയും. അത് കഴിഞ്ഞ ദിവസം എനിക്കത് മനസ്സിലായത്, സാറ് ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് ആർക്കോ പോയി എന്ന് പറഞ്ഞില്ലേ കുറെ പേര്. ആ ഒരു സാഹചര്യം എന്റെ മനസ്സിൽ കുറെ കാലമായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. കാരണം എന്റെ മകൻ ഉണ്ടെങ്കിൽ അവന് എന്തായാലും ഒരു ഓഹരി അവന് കൊടുക്കണം. അപ്പൊ ആ ഓഹരി ഒരു പാവപ്പെട്ടത് തീരെ ഇല്ലാത്തവർക്ക് കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഭഗവാൻ ആ വഴിയിലേക്ക് നയിക്കും എന്ന് വിശ്വാസം. അപ്പൊ സാറിനോട് ഇത് പറഞ്ഞ കഴിഞ്ഞ ദിവസം സംസാരത്തിലാണ് എനിക്ക് സാറിനോട് ഇത് പറയണമെന്നും നേരിട്ട് സംസാരിക്കണമെന്നൊക്കെ തോന്നിയതിന്റെ കാരണം. തീർച്ചയായും. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്തേക്കാം. റഫീഖ് എന്താ ചോദിക്കാൻ വന്നേ? ശരി സാർ, ഓക്കെ, നമസ്കാരം. സാർ സമയം വൈകിയോ? ഞാൻ J2H കുറിച്ചിട്ടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ അയ്യോ സാർ. എനിക്ക് അത്യാവശ്യമാണ്. ഞാൻ ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് 10 മണിക്ക്. ഓക്കെ, എന്നാ അടുത്ത ദിവസം ആവാം. അത്യാവശ്യം വലിയ കോൺസെപ്റ്റ് ആണോ? ചെറുതാണ്. ഞാൻ ചിലപ്പോൾ സംസാരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ വലുതായി പോകും. ഞാൻ നമ്മുടെ അബോധ മനസ്സിനെ കുറിച്ചിട്ടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാം, അടുത്ത ക്ലാസ്സിലാവാം. ഓക്കെ, നീ വോയിസ് അയച്ചോ. നമുക്ക് ഉച്ചക്ക് ക്ലാസ് ഉണ്ട്, മണി മാനിഫെസ്റ്റേഷന്റെ ക്ലാസ് ഉച്ചക്ക് ഉണ്ട് 2 മണിക്ക്. ഇപ്പൊ ഞാൻ പോസ്റ്റ് ഇടാൻ മറന്നാലും മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ് 2 മണിക്ക്. നിങ്ങൾ എല്ലാവരും വരണേ. ഓക്കെ, ശരി എന്നാലേ. ബൈ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ.